സമ്പത്തിന് തുടങ്ങിയ അടിസ്ഥാന വസ്തുക്കൾക്ക് സുരക്ഷിതത്വം കൈവരിക്കാൻ ആവശ്യമായ ചില നിർദ്ദേശങ്ങളാണ് ഇസ്ലാമിക ശിക്ഷാമുറകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗവൽക്കരിച്ചത്. അതിൽപ്പെട്ട വിശ്വാസം, അതുപോലെ ശരീരം എന്നിവയെ സംബന്ധിച്ച് പറഞ്ഞു. ഇനി അഭിമാനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വ്യഭിചാരത്തിന്റെ ശിക്ഷ, രണ്ട് വ്യഭിചാര ആരോപണത്തിന്റെ ശിക്ഷ. ഇങ്ങനെ രണ്ട് തരം ശിക്ഷകൾ കാണാൻ കഴിയും. ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് വരാം, സമയം നീട്ടുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. ഹദ്ദുസ്സിന, വ്യഭിചാരത്തിന്റെ ശിക്ഷ. ശിക്ഷ എന്ന് പറയുകയാണെങ്കിൽ ആദ്യം എന്താണ് ശരീഅത്തിന്റെ കാഴ്ചപ്പാടിൽ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുറ്റം നിർണയിച്ചെങ്കിലല്ലേ അതിന്റെ ശിക്ഷ പറയാൻ കഴിയൂ. ഇന്നതാണ് കുറ്റം, ആ കുറ്റം ചെയ്തു എന്ന് സ്ഥിരപ്പെടുമ്പോഴാണല്ലോ ശിക്ഷ ഉണ്ടാകുക. അസ്സിന, വ്യഭിചാരം എന്ന് സാങ്കേതികമായി പറഞ്ഞാൽ ഇസ്ലാം ശരീഅത്തിൽ വ്യഭിചാരം എന്നാൽ ഹുവ, അത് ഈലാജു ഹഷ്ഫത്തിൻ, ലിംഗാഗ്രം പ്രവേശിപ്പിക്കലാണ്. ഹഷ്ഫ എന്ന് പറയുന്നത് സാധാരണ ചേലാകർമ്മം ചെയ്യുന്ന അഥവാ മാർക്കം ചെയ്യപ്പെടുന്ന ആ സ്ഥലം. ഫീ ഫർജിൻ മുഹറമിൻ, ഹറാമാക്കപ്പെട്ട ഒരു ഗുഹ്യസ്ഥാനത്ത് ഒരു പുരുഷന്റെ ലൈംഗികമായ അവയവത്തിന്റെ അഗ്രചർമ്മം ഛേദിക്കപ്പെടുന്ന ഭാഗം പ്രവേശിപ്പിക്കലാണ്. ഈ ഹറാമായ ഗുഹ്യസ്ഥാനം എന്ന് പറഞ്ഞത് കുബുലിൻ, അത് മുൻദ്വാരമാവാം, ഔദുബുലിൻ പിന്ദ്വാരമാവാം. അപ്പൊ മുൻദ്വാരമോ പിന്ദ്വാരമോ ആകുന്ന ഹറാമാക്കപ്പെട്ട ഒരു ഗുഹ്യസ്ഥാനത്തിൽ പ്രവേശിപ്പിക്കുക. മിൻ ആദമിയിൻ ഹയ്യിൻ, ജീവനുള്ള ഒരു മനുഷ്യന്റെ ഗുഹ്യസ്ഥാനത്ത് പ്രവേശിപ്പിക്കാം. അപ്പൊ ജീവനില്ലാത്ത ഒരു മരണപ്പെട്ട മനുഷ്യന്റെ ഗുഹ്യസ്ഥാനത്തിലാണ് ഇങ്ങനെ ലൈംഗികാവയവം പ്രവേശിപ്പിച്ചത് എങ്കിൽ അതിനുശേഷം പറയുന്ന ശിക്ഷ ബാധകമല്ല. അത് ഹലാലായതുകൊണ്ടല്ല, അതിന് ശേഷം പറയുന്ന ശിക്ഷ അതിനില്ല. എന്നാൽ ഈ മുൻദ്വാരമോ പിന്ദ്വാരമോ പ്രവേശിപ്പിക്കപ്പെട്ട വ്യക്തി ദക്കരിൻ ഔ ഉൻസ, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ. അപ്പൊ ഒരു പുരുഷന്റെ ലിംഗാഗ്രം ഒരു പുരുഷന്റെയോ സ്ത്രീയുടെയോ പിന്ദ്വാരത്തിലോ മുൻദ്വാരത്തിലോ പ്രവേശിപ്പിക്കുക. എങ്ങനെ? ഇൽമി തഹരീമിഹി, ഇത് ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ട്. ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ട് പറഞ്ഞാല് ഒരാള് ഇസ്ലാമിലേക്ക് വന്നിട്ട് അത്ര ദിവസമായില്ല, പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ഒരാളാണ്, ഇസ്ലാമിനെ പറ്റിയൊന്നും അറിയില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്നിട്ട് ഒരു അബദ്ധം സംഭവിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കത് അറിയില്ലായിരുന്നു, ഇസ്ലാമിനെ പറ്റി ഞാൻ പഠിച്ചിട്ടില്ല, ഇന്നലെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുള്ളൂ, എനിക്ക് 2 ദിവസമായിട്ടുള്ളൂ, ഞാനത് പഠിച്ചു വരുന്നേ ഉള്ളൂ, എനിക്ക് അറിയാതെ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞാൽ ആ പുതുമുസ്ലിമായ ആളെ സംബന്ധിച്ച് അത് എതിറാണ്. അതുപോലെ ഇത്തരം കാര്യങ്ങളൊന്നും അറിയുന്ന ആളുകൾ ആരുമില്ലാത്ത ഏതോ ഒറ്റപ്പെട്ട വനം പ്രദേശത്ത് ജീവിച്ച് വളർന്ന ഒരു മനുഷ്യനാണ്, അയാൾക്കതൊന്നും അറിഞ്ഞൂടാ. അയാൾ പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ അങ്ങനെയൊന്നും പറയാനും പഠിപ്പിക്കാനോ പറ്റുന്ന ഒരു മനുഷ്യനും ഇല്ല, അങ്ങനത്തെ ഒരു ലോകത്താണ് ഞാൻ ജീവിച്ചത്, അതുകൊണ്ട് എനിക്കത് പാടില്ല എന്ന് അറിയില്ലായിരുന്നു എന്ന് വാദിച്ചു. എന്നാലും
ശിക്ഷയിൽ നിന്നിട്ട് ഒഴിവാക്കപ്പെടും. അപ്പോ ഹറാമാണെന്ന് അറിയാതിരിക്കാൻ ഉള്ള രണ്ടു കൂട്ടർ പുതുമുസ്ലിമായിട്ടോ അല്ലെങ്കിൽ അത്തരം അറിയുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ പറ്റാത്ത ഒറ്റപ്പെട്ട ഏതോ സ്ഥലത്തോ ജീവിച്ചത് കൊണ്ട് അസ്സലാമു അലൈക്കും. അതിന്റെ ഇടക്ക് പൈലക്സ് ബിസിയായി ആകെ പ്രശ്നമായി ആവുക. അപ്പൊക്കെ ശരിയായി തോന്നുന്നു. എനിക്ക് ഒറ്റക്കുണ്ടായതാണോ അതോ ആളുകൾക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നു പറഞ്ഞത്. ഏതായാലും ആട്ടെ, ശരിയായി തുടങ്ങിയിട്ടുള്ളൂ. അതിന് കുറച്ച് സമയം ഓതാൻ കരുതിയിട്ടുള്ളൂ. അതിന്റെ ഇടയ്ക്ക് തന്നെ പൈലക്സ് ആട്ടെ. അപ്പോ വ്യഭിചാരം എന്നത് എന്താണെന്ന് പറഞ്ഞു. ഇനി ഒരു വ്യക്തി വ്യഭിചരിച്ചു എന്ന് സ്ഥിരപ്പെടുമ്പോഴാണ് കോടതി ശിക്ഷിക്കുക. അതാണല്ലോ ഇപ്പൊ നമ്മളെ ചർച്ച. വ്യഭിചാരം ഹറാമാണോ മറ്റോ അതിന്റെ വിശദാംശങ്ങളല്ല ഇപ്പോഴത്തെ നമ്മളെ ചർച്ച. വ്യഭിചാരം നിയമപരമായി സ്ഥിരപ്പെടുക എങ്ങനെയൊക്കെയാണ്. വയസ്ബുത്തു വ്യഭിചാര കുറ്റം കോടതിയിൽ സ്ഥിരപ്പെടും. അള്ളാന്റെ അടുക്കലുള്ള വകുപ്പ് വേറെ, കോടതി നിയമപ്രകാരമുള്ളത് വേറെ. കോടതിയിൽ വ്യഭിചാര കുറ്റം സ്ഥിരപ്പെടണമെങ്കിൽ ഇഖ്റാറിൻ, ഈ വ്യഭിചാരം ചെയ്ത വ്യക്തി സ്വബോധത്തോടു കൂടി സ്വഷ്ടപ്രകാരം ഏറ്റുപറയണം. ഞാനിങ്ങനെ വ്യഭിചരിച്ചു എന്ന് ഇഖ്റാർ ചെയ്യുക, ഏറ്റുപറയുക. എന്നാൽ പിന്നെ വേറെ സാക്ഷിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ആൾക്ക് ബുദ്ധിപരമായ തകരാറൊന്നും ഇല്ല. അതുപോലെ തന്നെ ചിട്ടൊക്കെ പറഞ്ഞതും അല്ല, സ്വഷ്ടപ്രകാരം പറഞ്ഞതാണ്. ആൾക്ക് പ്രായപൂർത്തിയും ബുദ്ധിയും ഉണ്ട്, ബുദ്ധിക്ക് സമനിലയുണ്ട്, അങ്ങനെ പറഞ്ഞതായിരിക്കണം എന്ന് മാത്രം. വരവും മറത്തൻ, ഈ ഏറ്റു പറയുക എന്ന് പറഞ്ഞ് കുറെ പ്രാവശ്യം പറഞ്ഞോളന്നില്ല, ഒറ്റ പ്രാവശ്യം പറഞ്ഞാലും മതി. അതങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ചില ഇമാമിയങ്ങള് 4 പ്രാവശ്യം ഏറ്റു പറയണം എങ്കിലേ വ്യഭിചാരക്കുറ്റം സ്ഥിരപ്പെടൂ എന്ന് ചില ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ല. സാക്ഷിയാണെങ്കിൽ 4 ആള് വേണം, ഏറ്റുപറച്ചില് 1 പ്രാവശ്യമായാലും മതി, കുറ്റം സ്ഥിരപ്പെടും. രണ്ടാമത്തേത് വബിബയ്യിനത്തിൻ, സാക്ഷി കൊണ്ടും സ്ഥിരപ്പെടും. പക്ഷെ ഒരു കാര്യം പറയട്ടെ, 1300 ചില്ലാനം കൊല്ലം ലോകത്ത് ഇസ്ലാമിക ഭരണകൂടം നിലവിലുണ്ടായിരുന്ന പ്രദേശത്തെവിടെയും നിയമപ്രകാരം 4 സാക്ഷികൾ വ്യഭിചാരക്കുറ്റം കോടതിയിൽ പറഞ്ഞിട്ട് സ്ഥിരപ്പെടുത്തി ശിക്ഷിച്ചതായ ചരിത്രം കേട്ടിട്ടില്ല. അതത്രയും അപൂർവമാണ്. അല്ലെങ്കിൽ ഒരു കണക്കിന് സാധ്യമല്ലാത്ത അത്രയും കർക്കശമാണ് നിയമം. ശിക്ഷാ നടപടികൾ വന്നതായും ചരിത്രത്തിലും ഹദീസിലും ഒക്കെ കാണുന്നതൊക്കെ ഈ ചെയ്തുപോയ തെറ്റിന്റെ മേൽ പശ്ചാത്തപിച്ച് കുറ്റബോധത്തോടു കൂടി തെറ്റ് ചെയ്ത പ്രതി തന്നെ കോടതി മുമ്പാകെ സ്വമേധയാ ഹാജരായി കുറ്റം ഏറ്റുപറഞ്ഞുകൊണ്ട് സ്വയം ശിക്ഷ സ്വീകരിച്ച ചരിത്രമാണ് കാണുന്നത്. അപ്പോ സ്വയം കുറ്റം സമ്മതിച്ചാൽ സ്ഥിരപ്പെടും. രണ്ടാമത്തത് വബിബയ്യിനത്തിൻ, സാക്ഷി കൊണ്ടും സ്ഥിരപ്പെടും. എന്നാൽ സാധാരണ സാക്ഷി പോരാ. വഹിയ, ഈ സാക്ഷി എന്നത് ഹുന വ്യഭിചാര കേസ് സ്ഥിരപ്പെടുത്തുന്ന ബാബിൽ അർബാത്ത് റിജാലിൻ, 4 പുരുഷന്മാരായിരിക്കണം. അവിടെ സ്ത്രീ
സാക്ഷി പറഞ്ഞാൽ സ്വീകാര്യമല്ല. 4 ആള് കാണുകയും വേണം, ഈ കുറഞ്ഞാൽ പറ്റൂല. മാത്രമല്ല യശദൂന, ഈ 4 പേരും സാക്ഷ്യം വഹിക്കണം, അന്നഹും, ഈ 4 പേരും റഅൗഹു, ഈ വ്യക്തിയെ, അതായത് വ്യഭിചരിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിയെ കണ്ടു. അദ്ഖല, അദ്ദേഹം പ്രവേശിപ്പിക്കുന്നതായി കണ്ടു. മുക്കല്ലഫൻ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള സ്ഥിതിയിൽ മുഖ്താറൻ സ്വഷ്ടപ്രകാരം പ്രവേശിപ്പിക്കുന്നത് കണ്ടു. ഹഷ്ഫത്തഹു, തന്റെ ലൈംഗികാവയവത്തിന്റെ ഭാഗത്തെ ഫീ ഫർജി ഫുലാനത്ത, ഇന്ന സ്ത്രീയുടെ ഗുഹ്യസ്ഥാനത്തിൽ എന്ന് പറയണം. അപ്പോ വ്യഭിചരിച്ച വ്യക്തിയെ വ്യക്തമായി മനസ്സിലാവണം, അയാൾക്ക് ബുദ്ധിക്ക് തകരാറില്ല എന്നും പ്രായപൂർത്തിയെത്തിയ ആളാണ് എന്നും ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചിട്ടല്ല എന്നും ബോധ്യപ്പെടുകയും വേണം. തന്നെയല്ല, പെണ്ണിനെയും തന്നെ കൃത്യമായി മനസ്സിലാക്കണം. എന്നിട്ട് ഈ പുരുഷൻ ഈ സ്ത്രീയുടെ ലൈംഗികാവയവത്തിൽ അവന്റെ ലൈംഗികാവയവം പ്രവേശിപ്പിക്കുന്നത് കണ്ടു എന്ന് 4 പേർ സാക്ഷ്യം വഹിക്കണം. അങ്ങനെ സാക്ഷ്യം വഹിക്കുമ്പോഴേ വ്യഭിചാര കുറ്റം കോടതിയിൽ സ്ഥിരപ്പെടുകയുള്ളൂ. അങ്ങനെ സാധാരണഗതിയിൽ ഉണ്ടാവുക അപൂർവമാണെന്നല്ല, അസാധ്യമാണെന്ന് പറഞ്ഞാലും തെറ്റാവും തോന്നില്ല. ഇപ്പൊ കാണുന്ന നേരം, മുമ്പില്ല. ഇപ്പൊ ക്യാമറിന്റെ മുന്നിൽ വെച്ചിട്ട് പരസ്യമായി വ്യഭിചരിക്കുന്ന കാലാണ്. അതുപോലെ തന്നെ ആളുകൾ ഒന്നായിട്ട് കൂട്ടം കൂടി നിന്നുകൊണ്ട് വ്യഭിചരിക്കുന്നൊക്കെ കാലാണ്. അപ്പോ 4 ആൾ സാക്ഷിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ മനുഷ്യ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ദുഷിച്ച കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ല. വഹുവ, എന്നാൽ ഈ വ്യഭിചാര കുറ്റം അക്ബറുൽ കബായിരി, വൻദോഷങ്ങളിൽ ഏറ്റവും വലുതാണ്. ബഅദൽ ഖത്ലി, കൊലപാതകം കഴിഞ്ഞാൽ. ഒരു മനുഷ്യനെ കൊല്ലലാണ് ഏറ്റവും വലിയ, മുസ്ലിം ആയിക്കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. മറ്റേ മുർത്തദ്ദാകാനാണ് ഇസ്ലാമെന്ന് പുറത്തു പോയല്ലോ. മുസ്ലിമായി നിലകൊണ്ടുകൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റം കൊലപാതക. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന മഹാ വൻകുറ്റമാണ് വ്യഭിചാരം എന്നത്. എന്നാൽ സ്വന്തം ഏറ്റുപറഞ്ഞുകൊണ്ടോ ഈ നിബന്ധന പ്രകാരം 4 സാക്ഷികൾ സാക്ഷി പറഞ്ഞുകൊണ്ടോ വ്യഭിചാര കുറ്റം കോടതിയിൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ എന്താണ്? വഹദ്ദുഹു, അതിനുള്ള ശിക്ഷ അർറജ്മു, എറിഞ്ഞു കൊല്ലല. അതൊരു പ്രാകൃത ശിക്ഷയല്ലേ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവര് മനസ്സിലാക്കുക, മാന്യന്മാരായ 4 ആളുകൾ കണ്ണു തുറന്ന് പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കെ ഈ 4 ഒരു അന്യ പെണ്ണിനെ വ്യഭിചരിക്കാൻ മാത്രം, അല്ലെങ്കിൽ ഒരു അന്യ പുരുഷനുമായി വ്യഭിചരത്തിൽ ഏർപ്പെടാൻ മാത്രം ധാർമ്മികമായി നശിച്ച സംസ്കാരശൂന്യനായ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ, അവൻ ഈ സമൂഹത്തെ സംബന്ധിച്ച് ക്യാൻസറിനെക്കാട്ടിലും അതല്ലെങ്കിൽ ഐഡസ് രോഗിയെക്കാളും കടുത്ത ഭീഷണിയാണ്. അത്തരം ഭീഷണി ഈ സമൂഹത്തിൽ നിന്ന് നിർമാർജനം ചെയ്യുക എന്നത് സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അവനെ എറിഞ്ഞു കൊല്ലണം എന്ന് ഇസ്ലാം പറയുന്നത്. കാരണം ഈ നിലക്ക് 4 സാക്ഷികളുടെ മുന്നിൽ വെച്ച് ഇത് ചെയ്യാൻ അതിനെ എങ്ങനെങ്കിലും ആള് പോരാ. സാക്ഷി എന്ന് പറയുന്ന മാന്യന്മാരായ സർവസ്വീകാര്യരായ ആളുകൾ, അങ്ങനെയുള്ള 4 പുരുഷന്മാരുടെ മുന്നിൽ കണ്ണുകൊണ്ട് നേർക്ക് നേരെ കാണാവുന്ന നിലക്ക് ഒരു സ്ത്രീയും പുരുഷനും കൂടി വ്യഭിചാരം എന്ന് പറയുന്ന ലൈംഗിക വീഴ്ച നടത്താൻ മാത്രം അവർ സാംസ്കാരികമായി അധപതിച്ചിട്ടുണ്ടെങ്കിൽ നാക്കാലികളെക്കാട്ടിലും താഴ്ന്നവരാ.
അങ്ങനെയുള്ള ഒരു സംസ്കാരമുള്ളവർ സമൂഹത്തിന് ഭീഷണിയായതുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടി മാതൃകയാകുമാർ അവരെ ശിക്ഷിക്കുക എന്നത് സമൂഹത്തിന്റെ ഭദ്രതയ്ക്കും നിലനിൽപ്പിനും അനിവാര്യമായതുകൊണ്ട് ഇസ്ലാം അല്പം കർക്കശമായ നിലക്ക് തന്നെ അതിന്റെ ശിക്ഷ നടപ്പിലാക്കുന്നു. എന്നാൽ ഈ വ്യഭിചാരത്തിന് കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞ എപ്പോഴേ ഉള്ളൂ? ഇൻകാന മുഹ്സിനൻ, ആള് മുഹ്സിനാണെങ്കിൽ, വ്യഭിചാരം ചെയ്ത വ്യക്തി മുഹ്സിനാണെങ്കിലാണ് എറിഞ്ഞു കൊല്ലുക. ആരാണ് മുഹ്സിന് എന്ന് തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട്. വമിഅത്തു ജൽദത്തിൻ, 100 അടി അടിക്കലാണ്. വതഗ്രീബു ആമിൻ, 1 കൊല്ലം നാട് കടത്തലുമാണ് ശിക്ഷ. ഇൻകാന ബിക്റൻ, കന്യകയാണെങ്കിൽ. എന്ന് പറഞ്ഞാൽ വിവാഹിക ജീവിതത്തിൽ അനുവദനീയമായ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത സ്ത്രീയോ പുരുഷനോ ആണെങ്കിൽ അവരാണ് ബിക്ർ. അങ്ങനെയുള്ളതാണെങ്കിൽ അവരെ സംബന്ധിച്ച് 100 അടിയും 1 കൊല്ലം നാട് കടത്തലും ആണ്. നാട് കടത്തുക എന്ന് പറയുന്നതിന്റെ മനഃശാസ്ത്രപരമായ കാരണം, മനുഷ്യൻ തെറ്റിലേക്ക് പോകുന്നത് മിക്കവാറും സമൂഹമാണ് അതിനെ സ്വാധീനിക്കപ്പെടുന്നത്, സാഹചര്യം. അപ്പൊ ഇവൻ ജീവിച്ചു വന്ന സാഹചര്യമാണ് ഇവനെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്നത് എന്നതുകൊണ്ട് ഇത്തരം തെറ്റിന്റെ സാഹചര്യം ഇല്ലാത്ത സുരക്ഷിതമായ ഒരു പ്രദേശത്തേക്ക് 1 കൊല്ലം മാറ്റി താമസിപ്പിക്കുക. 1 കൊല്ലത്തെ മാതൃകാപരമായ ജീവിതം സംശുദ്ധമായ ഒരു അന്തരീക്ഷത്തിൽ നടന്നാൽ ഈ മനുഷ്യൻ മാനസികമായി തന്നെ പരിവർത്തനപ്പെടും. അതിനു വേണ്ടിയിട്ടാണ് നാട് കടത്തുക. അങ്ങനെ നാട് കടത്താൻ പ്രയാസമുള്ള സാഹചര്യത്തിൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ പോലത്തവരൊക്കെ പറയുന്നത് ജയിലിൽ വെച്ചാൽ മദീന. കാരണം സ്വന്തം നാട്ടിൽ നിന്ന് നാട് കടത്തിയാല് മറ്റൊരു നാട്ടിൽ പോയിട്ട് കൂടുതൽ തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ കുറ്റവാസനയിൽ വരാത്ത സംശുദ്ധമായ ഒരു സാഹചര്യം പുറത്ത് കിട്ടാത്ത സാഹചര്യം വന്നാൽ ജയിലിൽ വെച്ചാലും മതി. ചുരുക്കം ഇവനെ സാമൂഹികമായി ഇവൻ ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് മാറ്റി ഇവൻ ഒന്ന് നന്നായി തീരാൻ പറ്റുന്ന ഒരു നല്ല സമൂഹവുമായി ഇടപഴകി ഇവൻ നന്നായി തീരാനുള്ള സാഹചര്യം ഒരിക്കൽ കൂടി ഈ നാട് കടത്തുന്നതിൽ ഉദ്ദേശമുണ്ട്. അതിപ്പോ ബിക്റാണെങ്കിൽ 1 കൊല്ലം നാട് കടത്തി 100 അടിയും പറഞ്ഞു, അല്ലെങ്കിൽ എറിഞ്ഞു കൊല്ല അറിഞ്ഞ്. മുഹ്സിനാണെങ്കിൽ ആരാണ് മുഹ്സിൻ? വൽ മുഹ്സിനു ഹുനാ, ഈ വ്യഭിചാരക്കുറ്റം പറയുന്ന ഈ വിഷയത്തിൽ മുഹ്സിൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത അർത്ഥത്തിന് വരുന്ന ഒരു വാക്കാണ് മുഹ്സിൻ എന്നത്. വ്യഭിചാരത്തിന് ശിക്ഷയെ പറയുന്നിടത്ത് ഖുർആനിലാവട്ടെ ഹദീസിലാവട്ടെ കർമ്മശാസ്ത്രത്തിലാവട്ടെ മുഹ്സിൻ എന്ന് പ്രയോഗിച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മുക്കല്ലഫുൻ, പ്രായപൂർത്തിയും ബുദ്ധിയും എത്തിയ മനുഷ്യൻ, ഹുറുൻ, സ്വതന്ത്രനായ, പുരുഷനാണെങ്കിൽ അവൻ സംയോഗത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, പെണ്ണാണെങ്കിൽ ഉത്തരത്ത് അവളോട് സംയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ബിഖുബുലിൻ, മുൻദ്വാരത്തിൽ സംയോഗത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ ഫീ നിക്കാഹിൻ സഹീഹിൻ, സഹിയായ നിക്കാഹിൻ, വലൂഫി ഹൈലിൻ, നിക്കാഹിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഹൈലുള്ള സമയത്തായിരുന്നു ആ ബന്ധം, അത് ഹറാമാണ്. എന്നാൽ പോലും അത് സംയോഗം എന്ന നിലക്കുള്ള ഹറാമല്ല, അശുദ്ധിയുടെ സമയത്ത് പാടില്ല എന്നതുകൊണ്ട് ഹറാമാണെന്നുള്ളത്. അത് ചുരുക്കി പറഞ്ഞാൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മനുഷ്യൻ ഹലാലായ നിലക്ക് വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും ആ വൈവാഹിക ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്ത് അനുഭവിച്ച ആളാണ്. പിന്നീട് വ്യഭിചാരം നടത്തുമ്പോൾ അവർക്കാണ് മുഹ്സിന് എന്ന് പറയുന്നത്. അപ്പൊ ബിക്ർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാത്ത ആളുമായി. അപ്പൊ ഒരു ബിക്ർ എന്നാൽ ഈ വ്യഭിചാരത്തിന് ശിക്ഷയെ വിവരിക്കുന്നിടത്ത് ബിക്ർ എന്ന് പറഞ്ഞാൽ മല്ലം യത്ത്, സംയോഗത്തിൽ ഏർപ്പെടാത്ത പുരുഷൻ, ഔലം തൂത്ത്, അല്ലെങ്കിൽ സംയോഗത്തിൽ ഏർപ്പെടാത്ത സ്ത്രീ, കദാലിക്ക് അങ്ങനെ സഹിയായ നിക്കാഹ്. അപ്പോ നിക്കാഹ് ചെയ്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ജീവിതത്തിൽ ഒരിക്കലും ബന്ധപ്പെടാത്ത സ്ത്രീയോ പുരുഷനോ ആണെങ്കിൽ അവർക്ക് ബിക്ർ എന്ന് പറയും. അങ്ങനെയുള്ളവർക്കാണ് 100 അടിയും 1 കൊല്ലത്തെ നാട് കടത്തലും. നേരത്തെ വിവാഹം ചെയ്ത് ആ വിവാഹ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവരാണെങ്കിൽ അവർക്കാണ് മുഹ്സിന് എന്ന് പറയുന്നത്. അപ്പോ സ്വയം ഏറ്റുപറഞ്ഞുകൊണ്ടോ
4 സാക്ഷി കൊണ്ടോ വ്യഭിചാരം സ്ഥിരപ്പെടുകയും ആ സ്ഥിരപ്പെട്ടത് മുഹ്സിനായ അഥവാ വിവാഹത്തിൽ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം പിന്നീട് വ്യഭിചരിച്ചതാണോ എങ്കിൽ എറിഞ്ഞുകൊള്ളണമെന്നും, അല്ല വൈവാഹിക ജീവിതത്തിൽ അങ്ങനെ ബന്ധപ്പെട്ടിട്ടില്ലാത്ത ഒരാളാണ്, സ്ത്രീയോ പുരുഷനോ ആണ്, വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു എന്ന് ഏറ്റുപറയുകയോ 4 സാക്ഷി കൊണ്ട് സ്ഥിരപ്പെടുകയോ ചെയ്തതെങ്കിൽ 100 അടി അടിക്കുകയും 1 കൊല്ലം നാട് കടത്തുകയും വേണമെന്ന് പറഞ്ഞു. ശിക്ഷ ഇങ്ങനെ പറഞ്ഞത് നാട്ടുകാരെ നടത്താൻ പാടില്ല. വയസ്തൗഫിൽ ഹദ്ദ, ഈ ശിക്ഷയെ നടപ്പിലാക്കേണ്ടത് അൽ ഇമാമോ ഭരണാധികാരിയാണ്, അതല്ലെങ്കിൽ ഔനായിബുഹു ഭരണാധികാരി നിയമിച്ച ഉദ്യോഗസ്ഥൻ. നേരിട്ട് ഭരണാധികാരിക്ക് നടത്താം, അല്ലെങ്കിൽ ഭരണാധികാരി ഇക്കാര്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നിയമിച്ചിട്ടുണ്ട്, എന്നാൽ ഭരണാധികാരിയുടെ അനുമതിയോടുകൂടി അദ്ദേഹത്തിനും ചെയ്യാം. അഥവാ ഇത് വ്യക്തികൾക്കോ കമ്മിറ്റിക്കാർക്കോ സംഘടനകൾക്കോ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ഗവൺമെന്റ് നേരിട്ട് നടത്തേണ്ട ഭരണപരമായ കാര്യമാണ് എന്ന് ചുരുക്കം. ഇനി വേജിബു നിർബന്ധമാണ് തഹീറുൽ ജൽദി, ഈ 100 അടി വേണം എന്ന് പറഞ്ഞല്ലോ, ഈ അടിയെ പിന്തിക്കൽ നിർബന്ധമാകും. ലിഹരിൻ വബർദിൻ മുഫ്രിത്തൈനി, അസഹ്യമായ നിരക്കുള്ള തണുപ്പ് അല്ലെങ്കിൽ അസഹനീയമായ നിരക്കുള്ള ചൂട്, ഈ 2 കാലാവസ്ഥയിലും ഈ അടിശിക്ഷ നടപ്പാലാക്കാൻ പാടില്ല. കാരണം എന്താ, പൊതുവിൽ മനുഷ്യന് ശാരീരികമായി പല നിലക്കുള്ള ബലഹീനതകളും ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് അസഹനീയമായ ചൂടിന്റെയും അതുപോലെയുള്ള തണുപ്പിന്റെയും സമയത്ത്. ആ സമയത്ത് ശിക്ഷ നടന്നാൽ ചിലപ്പോൾ ജീവഹാനി വരെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പോകാനാകും, എന്നവിടെ ഒരു കൂര വയ്ക്കാനാകും. ഇന്നെന്താണ് വല്ലാതെ വൈലക്സ് കളിച്ചു കൊടുക്കുകയാണല്ലോ. കുറച്ചുകൂടി ഉള്ളത് തീർത്തുകാട് നേരത്തെ നിർത്താ, ചരിത്രം വേണ്ട. അതൊക്കെ ഇങ്ങനെ ബന്ധം പോയി കൊണ്ട് നിൽക്കുമ്പോൾ ഒരു പുറത്തും കിട്ടൂല. ചെറിയ വിഷയമുള്ള കുറഞ്ഞ ദിവസം ആയാൽ കഴിയും. അത് കഴിഞ്ഞാല് ഇതിങ്ങനെ തന്നെ പോയി ബന്ധം നിൽക്കുകയാണെങ്കിൽ ചോദ്യോത്തരത്തിനൊന്നും ഒരു സുഖം കിട്ടൂല. അതെ, ആട്ടെ. വലി മറലിൻ, ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ, ഉണ്ടാവും. വലി മറലിൻ, രോഗമുണ്ടായാലും ഈ അടിശിക്ഷയെ പിന്തിക്കൽ നിർബന്ധമാണ്. എപ്പോ ഇൻ റുജിയ ബുർഉഹു, ആ രോഗം സുഖപ്പെടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ. രോഗം ദണ്ഡിയാദിയാണല്ലോ. ചില രോഗങ്ങൾ പിടിപെട്ടാൽ ഇനി അത് മാറുമെന്ന് വൈദ്യശാസ്ത്രത്തിൽ അഭിപ്രായമില്ലാത്ത ചില രോഗങ്ങളുണ്ട്. അവിടെ പിന്നെ മാറ്റി വെച്ചിട്ട് കാര്യമില്ല ശിക്ഷ, അതിന് പിന്നെ വേറെ വഴി പറയുന്നുണ്ട്. ഇതങ്ങനെയല്ല. സാധാരണഗതിയിൽ എന്തോ ഒരു സാധാരണ രോഗം വന്നതാണ്, ഇപ്പോൾ ക്ഷീണിതനാണ്. ഈ ക്ഷീണത്തോടു കൂടി ശിക്ഷിക്കുകയാണെങ്കിൽ ചിലപ്പം അപകടം പറ്റാൻ സാധ്യതയുണ്ട്. എങ്കിൽ രോഗം ശിഫയാവുന്നത് വരെ ശിക്ഷാ നടപടി പിന്തിക്കൽ നിർബന്ധമാണ്. ഇല്ല, ഇനി രോഗം ശിഫയാവുമെന്ന് പ്രതീക്ഷയില്ലെങ്കിലോ, അപ്പൊ പിന്നെ മാറ്റിവെച്ചിട്ട് കാര്യമില്ല. ജുലിത, അവിടെ അടിക്കപ്പെടണം. പിന്നെ അസ്കാലിൽ, ഈത്തപ്പനക്കൊലയുടെ തണ്ട്, അതിന്റെ ഈ കായ് കായ്ക്കുന്ന ആ കതിരുണ്ടല്ലോ, അതിനാണ് പറയാം. അലൈഹി മിഅത്തുസ്നിൻ, 100 ചില്ലയുള്ള ഒരു ഈത്തപ്പനക്കൊല. നമ്മളെ നാട്ടിലെ തെങ്ങിൻ കൊലയൊക്കെ പോലെ. ഒരു തെങ്ങിൻ കൊലക്ക് കുറേ ഇതുണ്ടാവില്ല, അലച്ചിൽ എന്നാണ് അതിന് ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ പറയാം. ഇനി അതല്ലെങ്കിൽ പനങ്കൊല ഉണ്ട്, ഈ പനങ്കൊലയുടെ കതിരുകൾ കുറെ ഉണ്ടാവും. അങ്ങനെയുള്ള പനങ്കൊലയുടെ കതിരുകൾ അല്ലെങ്കിൽ തെങ്ങിന്റെ കൊലയുടെ അലച്ചിലുകൾ അല്ലെങ്കിൽ ഈത്തപ്പനക്കൊലയുടെ ആ കതിരുകൾ, അത് 100 ചില്ലകളുള്ള ഒരു കതിരുകൊണ്ട് മറത്തൻ ഒറ്റ അടി അടിക്കുക.
പണ്ട് അയ്യൂബ് നബി അലൈഹിസ്സലാം ഭാര്യ 100 അടി അടിക്കും എന്ന് പറഞ്ഞപ്പോ അത് സത്യത്തിൽ പേക്കും വേണ്ടെന്നാ പിന്നെ പാവത്തിനെ വിഷമിപ്പിക്കും വേണ്ടെന്ന് പറഞ്ഞത് അല്ലാഹു തആല പറഞ്ഞില്ലേ, 100 അതിലുള്ള ഒരു ഈത്തപ്പനക്കൊല എടുത്തിട്ട് ഒരടി അടിച്ചാൽ മതി പറഞ്ഞ്. ആ സംവിധാനം ഇവിടെയും. വ്യഭിചാരം അങ്ങനെ ജീവിതത്തിൽ പറ്റിപ്പോയി. ഇപ്പോൾ കോടതിയിൽ കുറ്റം തെളിഞ്ഞു. പക്ഷേ അനാരോഗ്യം ബാധിച്ച് 100 അടി അയാൾ അടിച്ച അയാൾ ബാക്കിയുണ്ടാവില്ല. ഈ രോഗം മാറിയിട്ട് അടിക്കാൻ വെച്ചാൽ രോഗം മാറുമെന്ന് പ്രതീക്ഷയില്ല. എന്നാൽ പിന്നെ 100 കതിരുള്ള അല്ലെങ്കിൽ 100 അലച്ചിലുള്ള ഒരു കൊല കൊണ്ട് ഒറ്റയടി അടിക്കുക. ഇനി 100 അടിന്റെ പുറമെ ഒരു കൊല്ലം നാട് കടത്തണം എന്ന് പറഞ്ഞല്ലോ. അത് പക്ഷേ വലാ തുറബുംറഅത്തുൻ, വ്യഭിചാരം ചെയ്ത സ്ത്രീ നാട് കടത്തപ്പെടാൻ പറ്റൂല. ഇല്ലാ ബിനഹ്വി മഹറമിൻ, ഭർത്താവോ മഹറമോ പോലെയുള്ളവർ കൂടെ വേണം, എങ്കിലേ നാടെടുത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നാട്ടിൽ തന്നെ വെച്ചോട്ടെ, ജയിലിലോ മറ്റോ വെക്കാം. ഇനി വ്യഭിചാര ശിക്ഷ 2 രീതിയിലാണ് സ്ഥിരപ്പെടൽ എന്ന് പറഞ്ഞു. ഒന്ന് കോടതിയിൽ ഏറ്റു പറയുക, 2 4 സാക്ഷി കൊണ്ട് സ്ഥിരപ്പെടുക. എന്നാൽ വയസ്കുത്തുൽ ഹദ്ദു, വ്യഭിചാര ശിക്ഷ ഒഴിവാകും. ബിദഅവാ ജാഹിലിൻ മഅ്ദൂരിൻ, അറിവില്ലായ്മയുടെ പേരിൽ ഇളവനുവദിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ വാദിക്കുന്നു. അത് പറഞ്ഞാൽ ഒന്നുകിൽ പുതു മുസ്ലിം ആവണം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അറിയുന്നവർ ആരും ഇല്ലാത്ത ഏതോ ഒറ്റപ്പെട്ട പ്രദേശത്ത് വളർന്നവനായിരിക്കണം. അവൻ ആ ജാഹിൽ മഅ്ദൂറുകാരന്. അവൻ എന്ത് വാദിക്കുന്നു? വന്ന ഹില്ലിൻ, ഞാൻ ഹലാലാണെന്ന് വിചാരിച്ച് ചെയ്തതാണ് എന്ന് വാദിച്ചാൽ അത്തരം ഉസ്റുള്ള രണ്ടാലൊരു കക്ഷിയാണെങ്കിൽ ശിക്ഷ ഒഴിവാവും. ഇനി വബി ശുബ്ഹത്തി ഇബാഹത്തിൻ, ഹലാലായെന്ന് ശുബ്ഹത്ത് വന്നതുകൊണ്ട് സംഭവിച്ചതാണെങ്കിലും ശിക്ഷ ഒഴിവാവും. അങ്ങനെ ശുബ്ഹത്ത് വരുന്ന ഹലാലിന്റെ മിൻ തഹ്ലീലി ആലിമിൻ മുഅ്തദ്ദിൻ ബിഹി, ശറഇൽ പരിഗണിക്കപ്പെടാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ആലിമിന്റെ അഭിപ്രായം അങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ ഞാനത് ഹലാലാണെന്ന് വിചാരിച്ച് ചെയ്തതാണ് എന്ന് വാദിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ, പ്രായപൂർത്തിയെത്തിയ ഒരു സ്ത്രീ രക്ഷിതാവിന്റെ സമ്മതമില്ലാതെ സ്വന്തം നഫ്സിനെ ഒരു പുരുഷനോട് നിക്കാഹ് ചെയ്തു കൊടുത്തു. അങ്ങനെ നിക്കാഹ് ചെയ്ത് മഹർ വാങ്ങിയിട്ട് തന്നെയാണ് അവള് വിവാഹം ചെയ്തത്. പക്ഷേ രക്ഷിതാവില്ല. അങ്ങനെ വന്നാൽ അത് വ്യഭിചാരം തന്നെയാണ്. പക്ഷേ എണ്ണപ്പെട്ട മുൻഗാമികളായ ചില ഇമാമിയങ്ങൾ പ്രായപൂർത്തിയെത്തിയ ഒരു സ്ത്രീയെ സംബന്ധിച്ച് രക്ഷിതാവില്ലെങ്കിലും അവൾക്ക് 2 സാക്ഷി മുഖേന സ്വന്തം നഫ്സിനെ നിക്കാഹ് ചെയ്തു കൊടുക്കാം എന്നൊരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ഹലാലാകും എന്ന് ധരിച്ചുകൊണ്ട് സംഭവിച്ചു പോയതാണ് എന്ന് വാദിക്കുകയാണെങ്കിലും ശിക്ഷ ഒഴിവാകും. അവരുടെ സംഗതി ഹലാലാവില്ലെങ്കിലും ശിക്ഷ ഒഴിവാകും. ഇനി വബി റുജൂഇൽ മുഖിരി അൻ ഇഖ്റാറിഹി, കോടതിയിൽ വ്യഭിചാര കുറ്റം ഏറ്റുപറഞ്ഞ ഒരു വ്യക്തി പിന്നീട് അതിൽ നിന്ന് പിന്മാറുന്നു. ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണ്, യഥാർത്ഥത്തിൽ ഞാൻ വ്യഭിചരിച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്നാ പിന്നെ ശിക്ഷിക്കാൻ ഒപ്പില്ല. ഇനി വബി ദഅവാ സൗജിയത്തിൻ, ഇങ്ങനെ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടപ്പോൾ അവൻ കോടതി പറഞ്ഞു, ഞാനാ വ്യഭിചരിച്ചതല്ല, ആ സ്ത്രീ എന്റെ ഭാര്യയാണ്. അല്ലെങ്കിൽ സ്ത്രീ പറഞ്ഞു, ഞാൻ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടതല്ല, ആ പുരുഷൻ എന്റെ ഭർത്താവാണ് എന്ന് വാദിച്ചാൽ നിവൃത്തിയില്ല. അല്ലെങ്കിൽ എന്റെ അടിമ സ്ത്രീയാണ്, ഞാൻ അവളുടെ ഉടമയാണ്, അവൾ എന്റെ അടിമ സ്ത്രീയാണ് എന്ന് വാദിച്ചു. ഇങ്ങനെ ഹലാലാണെന്ന് അവൾ വാദിക്കുന്നു. എന്നാൽ ഹലാലാണെങ്കിൽ പിന്നെ അതിന് ശിക്ഷ വരുമല്ലോ. ഇതൊക്കെ 100 അടി അടിക്കുക, 1 കൊല്ലം നാട് കടത്തുക, റസുനാണെങ്കിൽ എറിഞ്ഞു കൊല്ലുക എന്നൊക്കെ പറഞ്ഞ് സ്വതന്ത്രനെ സംബന്ധിച്ച വഹദ്ദുർ റഖീഖി, അടിമകളുടെ ശിക്ഷ. വ്യഭിചാരം ചെയ്ത സ്ത്രീയോ പുരുഷനോ അടിമയാണെങ്കിൽ അവളുടെ ശിക്ഷ മുത്ലഖൻ
അത് വിവാഹാനന്തരമാവട്ടെ വിവാഹം കഴിക്കാത്തവരാവട്ടെ, രണ്ടായാലും അവരുടെ ശിക്ഷ നിസ്ഫു ഹദ്ദിൽ ഹുജ്ജിൽ ബിക്രി, അവിവാഹിതനായ അല്ലെങ്കിൽ അവിവാഹിതയായ ഒരു പുരുഷന്റെ ശിക്ഷയുടെ പകുതിയാണ്. അഥവാ 50 അടി ശിക്ഷ നൽകപ്പെടുകയും വയുറബു നിസ്ഫു ആമിൻ 6 മാസം നാട് കടത്തപ്പെടുകയും ചെയ്യുക. എറിഞ്ഞുകൊല്ലുക എന്ന ശിക്ഷ അടിമകൾക്ക് ബാധകമല്ല എന്നർത്ഥം. ശരി, എറിഞ്ഞുകൊല്ലുക എന്നുള്ള ശിക്ഷ സ്വതന്ത്രർക്ക് മാത്രമുള്ളതാണ്, അടിമകൾക്കില്ല. അടിമകൾക്ക് അടിശിക്ഷ അവർ വിവാഹം കഴിച്ചതിന്റെ ശേഷമാണെങ്കിലും വേണ്ടില്ല, വിവാഹത്തിന്റെ മുമ്പായാലും വേണ്ടില്ല, 50 അടിയും 6 മാസം നാട് കടത്തലുമാണ് അതിന്റെ ശിക്ഷ. ഞാൻ മതി, ആ ബാബു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടുത്തൊരു ആരോപണത്തിന്റെ ശിക്ഷയും കൂടി ഉണ്ട്. ഇന്നൊരു സുഖമില്ലാത്ത ദിവസം കൂടെ ഇങ്ങനെ ഡിസി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ കുറച്ച് സമയം വേണമെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യമായിട്ട് സംശയം ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചിട്ട് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് നിർത്തും. ആളുകളും തന്നെ ആരും ഒരുങ്ങിയിട്ടും ഉണ്ടാവില്ല. അത് ഒരു സുഖമില്ല, ഇടയ്ക്ക് ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നതായതുകൊണ്ടേ ഓതാൻ തന്നെ ഒരു റാഹത്ത് തോന്നുന്നില്ല. ഏതായാലും കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ ഇതുമായിട്ട് തന്നെ ആയിക്കോളുന്നില്ല, ഇതായിട്ടോ അല്ലെങ്കിൽ മറ്റത്യാവശ്യമായിട്ട് എന്തെങ്കിലും പഠിക്കേണ്ടതായ വിഷയങ്ങളുണ്ടെങ്കിൽ അതുമായിട്ട് കുറച്ച് സമയം ചോദ്യോത്തരമായിട്ട് പോവാം. പിന്നീട് ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് നിർത്തുകയും ചെയ്യണം. ഓക്കെ, ആയിക്കോട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദേ. ഞാൻ അക്കീഖയായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളുടെ അക്കീഖ കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട സംശയം. എനിക്ക് 2 കുട്ടികൾ ഉണ്ടായിരുന്നു, 2 ആൺകുട്ടികളാണ്. അവർക്ക് ഓരോ ആട്ടിനെയാണ് അന്ന് അറുത്തത്. ഇനിയിപ്പോൾ ഒരു കുട്ടി ജനിക്കാനിരിക്കുകയാണ് അടുത്ത മാസം. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ദുആ ചെയ്യണം എല്ലാവരും. എന്റെ സംശയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആട്ടിനെ മാത്രമേ അറുത്തുള്ളൂ, ആൺകുട്ടിയായിരുന്നു. ഓരോ ആടിനെ വീതമാണ് അറുത്തത്. ഇനി അടുത്ത കുട്ടിയുടെ ഇതിന് എന്തെങ്കിലും പ്രതിവിധി എന്താണ് ചെയ്യേണ്ടത്? അത് 2 ആട്ടിനെ അറുക്കണമെന്ന് തുടർന്നുള്ള ക്ലാസ്സുകൾ ഞാൻ കേട്ടായിരുന്നു ഉസ്താദിന്റെ പ്രസംഗത്തിൽ നിന്ന്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി അടുത്ത കുട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഇനി അക്കി കൊടുക്കുമ്പോൾ അതിനെന്തെങ്കിലും ചെയ്യണം? വ്യക്തമാക്കി. ഒരാട് അറുത്താലും അസുൽ സുന്നത്ത് കിട്ടും. ഒരു കുട്ടിക്ക് അക്കീക്ക അറക്കുക എന്ന സുന്നത്ത്, ചുരുങ്ങിയ രീതിയിലുള്ള സുന്നത്ത് ഒരാട് അറുത്താലും കിട്ടും. അതിന് പിന്നീട് രണ്ടാമത് പ്രായശ്ചിത്വമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഉത്തമമായത് ഒരാൺകുട്ടിക്ക് ചുരുങ്ങിയത് 2 ആടും ഒരു പെൺകുട്ടിക്ക് 1 ആടും എന്ന അവസ്ഥയാണ് പൂർണ്ണമായതിൽ ഏറ്റവും ചുരുങ്ങിയ കോലം. മനസ്സിലായില്ലേ? അതേസമയത്ത് അക്കീക്ക അറക്കുക എന്ന സുന്നത്ത് ലഭിക്കാൻ ഒരു കുട്ടി ആണായാലും പെണ്ണായാലും 1 ആട് അർത്താൽ സുന്നത്ത് കിട്ടും. ഓക്കെ. അസ്സലാമു അലൈക്കും. സാറേ, എനിക്ക് മുന്നാമത്തെ പാഠത്തിലുള്ള ചോദ്യമാണ്. ഇന്നലെ ക്ഷീണായതുകൊണ്ട് ഞാൻ ചോദിക്കാത്തതാണ്. ക്ഷീണമൊക്കെ മാറ്റി അല്ലാഹു ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. അതിൻ്റെ ചോദ്യം അംദുമല്ല, ശിബു അംദുമല്ല, ഖത്തുവുമല്ല. ഒരാളോട് തെറ്റി. അങ്ങനെ ആ തെറ്റുന്ന സമയത്ത് തെറ്റപ്പെടുന്ന വ്യക്തിയോട് പറഞ്ഞിരുന്നു, ഞാൻ നിന്നെ ഒരു സമയത്ത് കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു. കുറെ കാലം കഴിഞ്ഞ് അവർ രണ്ടുപേരും നന്നായില്ല. ഈ പറയപ്പെടുന്ന വ്യക്തി പിന്നെ ഏതൊരു കാരണത്താൽ അപകടത്തിൽ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ ജനങ്ങളൊക്കെ നിന്നൊക്കെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ച് ആരോപിക്കാൻ തുടങ്ങി. അങ്ങനെ കോർട്ടിൽ കൊണ്ടുപോയി ഹാജരാക്കി. ഇവിടെ ഇവനെ കോടതിയിൽ വിധിക്കുന്ന വിധിയാണോ
ഓനിക്ക് നടപ്പിലാകുക, അല്ല അവനെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കലാണോ, എന്താണ് വേണ്ടെന്ന് അറിയാനാണ് ചോദ്യം. ഉസ്താദിന് മനസ്സിലാവേണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം. അസ്സലാമു അലൈക്കും. ഇസ്ലാം ശരീഅത്തിൽ 3 തരത്തിലുള്ള കൊലയുള്ളൂ. ഒരുപക്ഷെ അംദ്, അതല്ലെങ്കിൽ ശിബ്ഹ് അംദ്, അല്ലെങ്കിൽ ഖത്ത്. ഇത് 3 അല്ലാത്തൊരു കൊലപാതകം ഇല്ല. ചോദ്യത്തിൽ പറഞ്ഞത് ഈ കക്ഷി യഥാർത്ഥത്തിൽ കൊലപാതകം ചെയ്തിട്ടില്ല, അയാൾ അതിൽ കക്ഷിയല്ല. പക്ഷെ പണ്ടെന്തോ തമ്മിൽ തെറ്റിയപ്പോ എന്നെ ഞാൻ കൊല്ലുന്നൊക്കെ പറഞ്ഞിരുന്നു എന്നല്ലാതെ അയാൾ ആ കുറ്റവാളിയല്ല. പക്ഷേ തെറ്റിദ്ധാരണയുടെ പേരിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്താൽ പോലീസിന് കൊലക്കുറ്റത്തിന് സാക്ഷി ഉണ്ടെങ്കിൽ മാത്രമേ കോടതിക്ക് ശിക്ഷിക്കാൻ വകുപ്പുള്ളൂ. കോടതിക്ക് ശിക്ഷിക്കണമെങ്കിൽ സാക്ഷി, നിയമപ്രകാരമുള്ള 2 സാക്ഷികൾ സാക്ഷിന്നു. കള്ളസാക്ഷിയാണെങ്കിൽ കോടതിയിൽ നിയമപ്രകാരം 2 സാക്ഷി നിന്നാൽ അന്തായിട്ടാണ് സാക്ഷി വാദിച്ചത്, കോടതിയിൽ സ്ഥിരപ്പെട്ടതു എങ്കിൽ കൊല്ലപ്പെടും. പക്ഷെ ആള് നിരപരാധിയായിരിക്കും. പക്ഷേ ഈ മനുഷ്യനെ കൊല്ലപ്പെടാൻ കാരണക്കാരായി 2 സാക്ഷികൾ അള്ളാഹുവിന്റെ അടുക്കൽ കൊലയാളികൾ എന്ന നിലക്കുള്ള കുറ്റക്കാരാവും. ഇവിടെ 4ാമത്തൊരു തരം കൊലപാതകം ഉണ്ടായതല്ല. ഇയാളുടെ പേരിൽ കുറ്റം ആരോപിച്ച വ്യക്തികൾ ഇയാൾക്കെതിരിൽ കോടതിയിൽ സാക്ഷി പറഞ്ഞത് ഇയാൾ മനഃപൂർവ്വം കൊന്നു എന്നാണെങ്കിൽ അന്തിന്റെ ശിക്ഷ തന്നെയാണ് കിട്ടുക. അല്ല, ശിബ്ഹ് സാക്ഷികൾ വാദിക്കുന്നതെങ്കിൽ അതിന്റെ ശിക്ഷ കിട്ടുക. ഖത്ത് സംഭവിച്ചു എന്നാണ് സാക്ഷികൾ വാദിക്കുന്നതെങ്കിൽ അതിന്റെ ശിക്ഷ കിട്ടുക. അപ്പോ ശരീഅത്തിൽ ഈ 3-4 തന്നെ ഉള്ളൂ. പക്ഷേ ഈ വ്യക്തി കുറ്റം ചെയ്തിട്ടില്ല, നിരപരാധിയാണ്. ഈ ആളുകൾ ആസൂത്രിതമായി കള്ളസാക്ഷി ഉണ്ടാക്കിയിട്ട് കോടതിയെ കൊണ്ട് ശിക്ഷിപ്പിച്ചതാണെങ്കിൽ അതും അള്ളാഹും അവരുമായിട്ട് അറിയാം, അതിനുള്ള ശിക്ഷ അവരേൽക്കും എന്നല്ലാതെ 4ാമത്തെ ഒരു കുറ്റം ഇസ്ലാമിൽ ഇല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? പിന്നെ എനിക്കുള്ള ചോദ്യം ഉസ്താദേ, ഒരാൾ ചോദിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ കുട്ടികൾക്ക് പ്രായപൂർത്തിയാവുമ്പോൾ സ്വർണം പോലുള്ളത്, പ്രായപൂർത്തി അറിയിക്കുക എന്നുള്ള നിലയിൽ സ്വർണം പോലുള്ളത് ഹദിയ കൊടുക്കല്, അതിന്റെ വിധി, അതങ്ങനെ അതിന്റെ വിധി എന്താണ്? സുന്നത്താണോ? അങ്ങനെ വല്ല ഇതുണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത്, അതാണ് ചോദിക്കുന്നത്. അപ്പോ അതറിഞ്ഞ നന്നായിരുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഇയാൾ ചോദിച്ചാൽ എന്നോട് സ്വർണം കൊടുക്കുന്നതിന്റെ ഒരാൾക്ക് സ്വർണം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏത് ഇനത്തിൽ പെടും എന്നാണ് ചോദിച്ചത്. സദഖായിട്ട് അല്ലെ സുന്നത്തായിട്ട് പെടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതറിയാൻ വേണ്ടിയാ ചോദിച്ചത്. ഇൻഷാ അല്ലാഹ് ചോദ്യം വേറെയുണ്ട്, പിന്നെ ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു കുട്ടിക്ക് പ്രായപൂർത്തിയെത്തി, പെൺകുട്ടിയായിരിക്കും അല്ലെ? പെൺകുട്ടിക്ക് പ്രായപൂർത്തി എത്തിയപ്പോൾ ആ കുട്ടിക്ക് പിതാവ് ഒരാഭരണം ഹദിയായിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന് വേണ്ടി കൊടുക്കുന്നു. അത് അങ്ങനെ ഇസ്ലാമിൽ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. കുട്ടികൾക്ക് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പ്രായപൂർത്തി എത്തുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേകമായ ഒരു ഹദിയ കൊടുക്കുക പിന്നെ ആർക്കാ? കുട്ടിക്കല്ലാതെ പിന്നെ ആർക്കാ? സാധുക്കൾക്ക്. അത് ആക്കണില്ല. അത് പ്രായപൂർത്തി എത്തുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഇസ്ലാമിൽ അങ്ങനെയൊന്നും ഇല്ലാത്ത എന്തിനാ വേറെ ഉണ്ടാക്കണേ? ഏത് സമയത്തും സദഖ ചെയ്യാം. ഒരു കുട്ടിക്ക് ഒരു വയസ്സ് തികഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് ഒരു കുട്ടിയെ തരികയും 1 കൊല്ലം ആ കുട്ടിക്ക് ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുകയും ചെയ്തതിന് ശുക്രായിട്ട് ഏതെങ്കിലും സാധുക്കൾക്ക് എന്തെങ്കിലും ഒരു സദഖ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്.
തെറ്റില്ല. ഉദ്ദേശം അല്ലാഹു തആല ചെയ്തു എന്ന നിഅമത്തിന് ശുക്ർ ചെയ്യുക എന്ന ഉദ്ദേശമായിരിക്കണം. ആ നിലക്ക് കുട്ടികൾ ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു നിഅമത്താണ്. ആ കുട്ടിക്ക് ഒരു വയസ്സ് തികയുക എന്ന് പറയുന്ന ഒരു നിഅമത്താണ്. അങ്ങനെ അല്ലാഹു തആല ആ കുട്ടി എത്ര കാലം നിലനിർത്തി തരുന്നോ അതൊക്കെ അല്ലാഹു തആല നമുക്ക് ചെയ്തു തരുന്ന നിഅമത്താണ്. ഈ നിഅമത്തിന് ശുക്ർ ചെയ്യുക, അല്ലാഹു തആല ചെയ്തു തന്ന നിഅമത്തിന് ശുക്ർ ചെയ്യുക, നന്ദി ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ഹലാലായ ഭക്ഷണമാവാം, വസ്ത്രമാവാം, അതല്ലെങ്കിൽ പണമാവാം, ആഭരണമാകാം, ഏതും ഹലാലായ ഏതും സദഖ ചെയ്യുന്നത് നല്ലതാണ്. ഈ ഉദ്ദേശത്തോടു കൂടി അള്ളാഹുവിന്റെ നിഅമത്തിന് ശുക്ർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അത് സുന്നത്താണ്, അതിന് പ്രതിഫലം ലഭിക്കും. ചോദ്യം കൂടെ ഒന്ന് വന്ന ചോദ്യമാണ്. ഇതല്ല, ഇതിനോടനുബന്ധിച്ചല്ല, വേറെ 4 റക്അത്തുള്ള നിസ്കാരം സലാം വീട്ടി പിന്നെ ആരോ പറഞ്ഞു 3 ആയിട്ടുള്ളൂ എന്ന്. എന്നാൽ ഒന്നുകൂടി നിസ്കരിക്കാം എന്ന് പറഞ്ഞു. 1 റക്അത്ത് കൂടി നിസ്കരിച്ചു സലാം വീട്ടി. ഇവിടെ ചെറിയ മലയാള സംസാരം വന്നതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുമോ അതോ ഈ നിസ്കാരം ശരിയാണോ എന്നാണ് ചോദിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു നിസ്കരിച്ച നിസ്കാരത്തെ സംബന്ധിച്ച് സംശയം ഇല്ല, പൂർത്തിയായി 4 റക്അത്ത് നിസ്കരിച്ചു എന്ന നിലക്ക് സലാം വീട്ടി. സലാം വീട്ടി കഴിഞ്ഞ് പിന്നെ സംശയമായി, മറ്റൊരാൾ പറഞ്ഞിട്ടോ അല്ലാതെയോ സംശയമായി. സംശയം വന്നാൽ വേഗം 1 റക്അത്ത് കൂടി നിസ്കരിച്ച് സഹ്വിന്റെ സുജൂദ് ചെയ്ത് സലാം വീട്ടുകയാണ് വേണ്ടത്. അതിനിടയിൽ വളരെ അധികരിക്കാത്ത നിലക്കുള്ള സംസാരം, അതുപോലെ തന്നെ നിസ്കാരം ബാത്തിലാവുന്ന വുദു മുറിയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും, അധികരിച്ച സംസാരങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും അതിന് കുഴപ്പമൊന്നുമില്ല. അതേ സമയത്ത് ഈ സലാം വീട്ടിയതിന് ശേഷം വുദു മുറിഞ്ഞു. വുദു മുറിഞ്ഞതിന് ശേഷം പിന്നെയാണ് സംശയിച്ചത് അല്ലെങ്കിൽ ഉറപ്പ് വന്നത്. ഒരാൾ പറഞ്ഞു അല്ലെങ്കിൽ സ്വന്തം നിലക്കുന്ന ഉറപ്പ് 3 ആയിട്ടുള്ളൂ, എന്നാ പിന്നെ 2ാമത് തലക്കം തന്നെ നിസ്കരിക്കണം. വുദു മുറിഞ്ഞിട്ടില്ല, പൂർത്തിയായി എന്നുള്ള ആൾക്ക് സലാം വീട്ടി, പിന്നീടാണ് പൂർത്തിയായോ എന്ന സംശയം വന്നത്. എങ്ങനെ ഒരാൾ പറഞ്ഞിട്ടോ സ്വന്തത്തിലോ എന്നാ 1 റക്അത്തും കൂടി നിസ്കരിച്ച് സഹ്വിന്റെ സുജൂദ് ചെയ്ത് സലാം വീട്ടുകയാണ് വേണ്ടത്. ആ കുറഞ്ഞ സംസാരം, അതുപോലെ തന്നെ ഇടയ്ക്ക് വെച്ചിട്ടുള്ള സലാം വീട്ടൽ, അതൊക്കെ മറവിയുടെ പട്ടികയിൽ വരും. മറവിയുടെ പട്ടികയിൽ വന്നാൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ സഹ്വിന്റെ സുജൂദ് ചെയ്യുക. ഇനി ഒരാൾ സഹ്വിന്റെ സുജൂദ് ചെയ്യാതെ തന്നെ സലാം വീട്ടിയാൽ നിസ്കാരം സയ്യാവും, പക്ഷെ സഹ്വിന്റെ സുജൂദ് ചെയ്തുകൊണ്ട് സലാം വീട്ടലാണ് സുന്നത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, വളരെ നല്ല ക്ലാസ് ആയിരുന്നു ഉസ്താദ്. ഉസ്താദിന്റെ ആഫിയത്ത് അല്പം കുറഞ്ഞതുകൊണ്ട് ഒരാഴ്ചയായി ക്ലാസിന്റെ സമയം കുറഞ്ഞത്. അല്ലാഹു തആല ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്ത് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഉസ്താദെ, ഞാനൊരു നാട്ടിൽ ഒരു സാരഥ്യം വഹിക്കുന്ന ഒരാളാണ്. അവിടെ ജോലിക്ക് വന്ന ഒരാള് രാത്രി ഒരു ആണുങ്ങളില്ലാത്ത വീട്ടിൽ പോയി. അങ്ങനെ പാതിരാക്ക് ആ വീട്ടിൽ നിന്ന് 2 സുഹൃത്തുക്കൾ കൈയോടെ പിടിച്ചു, അങ്ങനെ കൊണ്ടുവന്നു. പക്ഷെ വേറെ അതിൻ്റെ അകത്ത് ഈ ഉസ്താദ് പറഞ്ഞതുപോലെയുള്ള സാക്ഷിയില്ല. രാത്രി പോയതാണ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് പിടിച്ചത്. മറ്റൊരു സാക്ഷിയൊന്നുമില്ല, ഈ 4 ആൾ സാക്ഷിയുമില്ല. ഉണ്ടെങ്കിൽ തന്നെ വീടിൻ്റെ പുറത്ത് നിന്ന് കണ്ടവരാണിത് പിടിച്ചിരിക്കുന്നത്. എങ്കിൽ സാധാരണ നാടൻ പരിപാടിയിൽ കുറെ അടിയോ തല്ലോ കുത്തോ അല്ലെങ്കിൽ മുടി പകുതി കളയലോ അവർക്ക് ശിക്ഷ നൽകാറുണ്ട്. ഇങ്ങനെ വല്ലതും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ഉസ്താദ്? അല്ലെങ്കിൽ അത് ഈ ശിക്ഷ കൊടുക്കുന്നതൊന്നും നാം ചെയ്യേണ്ട കാര്യമല്ലേ? അത് പോലീസോ മറ്റോ ചെയ്യേണ്ടതാണോ? അല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ശിക്ഷ എന്തായാലും കൊടുക്കേണ്ടതുണ്ട്, 4 അടിയാണെങ്കിലും. അത് സാധാരണ നാടൻ പരിപാടിയാണ്. ഇതിനൊക്കെ നമുക്ക് അനുകൂലിക്കാൻ പറ്റുമോ, അല്ലാതെ തെറ്റാണോ ഉസ്താദെ? എന്താണ് നാം ഇങ്ങനെ സംഭവിച്ചാൽ ചെയ്യേണ്ടത് എന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ നന്നായിരിക്കും.
ഞാൻ ആ സംഘടനയുടെ സാരഥ്യം വഹിക്കുന്ന ഒരാളും കൂടിയാണ്. നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സംശയ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പിടികൂട്ടപ്പെട്ട വ്യക്തിയെ ഒരു നിലക്കുള്ള ശിക്ഷയും നടത്താൻ വ്യക്തികൾക്ക് അനുവാദമില്ല. മറിച്ച് നമുക്കുള്ള കൽപ്പന അങ്ങനെ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടാൽ അവനെ പിടികൂടി നിയമപാലകരെ ഏൽപ്പിക്കുക, ആവശ്യമാവുന്ന നിലക്ക് പോലീസിനോ കോടതിക്കോ സഹായകമാവുന്ന നിലക്ക് മൊഴി കൊടുക്കുക, അവർക്ക് നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നിയമപരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇത് മാത്രമേ നമുക്ക് നാട്ടുകാരണവന്മാരായാലും മഹല്ല് കമ്മിറ്റിയായാലും അതുപോലെ സദാചാര മത സാംസ്കാരിക സംഘടനകളായാലും ഒക്കെ ഇത്രേ നമുക്കൊക്കെ പാടുള്ളൂ. കൈവക്കാൻ അഥവാ ശിക്ഷ നടപ്പിലാക്കാൻ ഇസ്ലാം ശരീഅത്ത് നമുക്ക് അനുവാദം തരുന്നില്ല. അത് നാട്ടിൽ അരക്ഷിതത്വത്തിനും അരാജകത്വത്തിനും ഇടവരും എന്ന് കരുതി മിണ്ടാതെക്കണം എന്നല്ല പറഞ്ഞത്. ഇത്തരക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും നിയമപാലകരുടെ കയ്യിൽ ഏൽപ്പിക്കാനും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ആവശ്യമായ സഹായ സഹകരണങ്ങൾ മൊഴി കൊടുത്തും സാക്ഷി പറഞ്ഞും ഒക്കെ കോടതിയിൽ ഇവന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നിയമപരമായി ചെയ്യാനേ നമുക്ക് പാടുള്ളൂ. നമ്മുടെ വക നമ്മളാളുകൾ അങ്ങനെ ചെയ്യാം. പിന്നത്തൊക്കെ വരുന്നോടത്ത് കാണാം, ഇപ്പൊ കിട്ടിയാ കിട്ടും എന്ന് പറഞ്ഞിട്ട് കൈ കിട്ടിയോന് ശിക്ഷ നടപ്പിലാക്കുക. ഈയിടെ കൊടിയത്തൂരടുത്ത് ഒരു കൊല്ലായി തോന്നുന്നു ഇങ്ങനെ സംഭവം ഉണ്ടായത്. വളരെ കുപ്രസിദ്ധമാണ്. നാട്ടിൽ വലിയ ഒച്ചപ്പാടും പ്രശ്നമൊക്കെ ഉണ്ടായതിന് ഒരു പുരുഷന്മാരൊക്കെ വിദേശത്തുള്ള സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ പലപ്പോഴായി ഒരു ചെറുപ്പക്കാരൻ ആ സമയത്ത് കാണുകയും ഒന്നിലധികം പ്രാവശ്യം അവന് താക്കീത് ചെയ്തിട്ട് വീണ്ടും കാണുകയും ചെയ്തിടത്തുനിന്ന് ആളുകൾ ബലത്താൽ പിടിച്ച് മരത്തിൽ കെട്ടി മർദ്ദിച്ച് അവസാനം അയാൾ മരിക്കാനിടവന്നു. അത് പിന്നെ വലിയ ആക്ഷേപത്തിനും വലിയ കുഴപ്പത്തിനുമൊക്കെ വഴിവെച്ചു. അപ്പൊ അതിന് നമുക്ക് പാടില്ല. ഇങ്ങനെ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടാൽ ഒരുപക്ഷെ അവനെ പിടികൂടി നിയമപാലകന്റെ കയ്യിൽ ഏൽപ്പിക്കുക, അതിന് പറ്റില്ലെങ്കിൽ നിയമപാലകരുടെ ശ്രദ്ധയിൽ അത് എത്തിക്കുക, എന്നിട്ട് ഇവനെ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ആവശ്യമായ തെളിവുകൾ സാക്ഷി പറച്ചിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനല്ലാതെ നമ്മൾ ശിക്ഷിക്കാനും കൈവെക്കാനും ഒന്നും പാടുള്ളതല്ല. അതൊക്കെ നിയമം കയ്യിലെടുക്കലാണ്. വ്യക്തികൾക്ക് നിയമം കയ്യിലെടുക്കാൻ ഒരിക്കലും ഇസ്ലാം അനുവാദം കൊടുക്കുന്നില്ല. അസ്സലാമു അലൈക്കും. സാർ, അപ്പോഴ് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ താലിബാനൊക്കെ ചെയ്യുന്നത് തീർത്തും ഇസ്ലാമികമായി തെറ്റാണ് എന്നാണ് ഉസ്താദിന്റെ ഈ സംഭാഷണത്തിൽ നിന്ന് ചില ശിക്ഷാരീതികൾ നടപ്പിലാക്കുന്നതായി TV ന്യൂസുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്റെ ചോദ്യത്തിലേക്ക് വരാം. ഉസ്താദ്, ഇപ്പൊ നമ്മുടെ നാട്ടില് പ്രായപൂർത്തി എത്തിയ പെൺകുട്ടികളും ആൺകുട്ടികളും നമ്മുടെ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രേമത്തിലാവുകയും വിവാഹ ഇതര ബന്ധങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്യുന്നുണ്ട്. ആ അവസരത്തില് ഈ ബന്ധത്തിന് ശേഷം ഈ കുട്ടികളെ ഒന്നിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രേമത്തിലാവുകയും ശാരീരികമായി ബന്ധപ്പെടുകയും ചെയ്യുന്നതിന് ശേഷം ഇവരെ വിവാഹം കഴിച്ച് കൊടുക്കുന്ന ഒരു നടപടി നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഉണ്ടായിട്ടുണ്ട്. ഇത് ഇതിന്റെ ഇസ്ലാമിക വീക്ഷണം എന്താണ്? അതുപോലെ പ്രായപൂർത്തിയായവരും കല്യാണം കഴിച്ചവരും എന്റെ അറിവിൽ ഒരു ജമാഅത്തിലെ ഹത്തീബ് വരെ ഇത്തരം ഒരു വിധേയമാവുകയും അദ്ദേഹം ആ പെൺകുട്ടിയെ രണ്ടാമത് വിവാഹം കഴിക്കുകയും ചെയ്തു. ഇതിന്റെ ഇസ്ലാമിക വീക്ഷണം, ഇത് ഇസ്ലാമികമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം.
താലിബാനിസം എന്നത് തന്നെ ഇസ്ലാമിനെ വികൃതമായി കാണിക്കാൻ വേണ്ടിയിട്ട് ജൂത ക്രിസ്ത്യാനികളുടെ കള്ളപ്പണം കൈപ്പറ്റിയിട്ട് വിവരം കെട്ട ചില ഇസ്ലാമിന്റെ കടുത്ത ശത്രുക്കൾ ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് നടത്തുന്ന ഭീകര പ്രവർത്തനമാണ് താലിബാനിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ താലിബാനോ എന്ന് പറഞ്ഞ് ഒച്ച വെച്ച് നടക്കുന്ന ആളുകൾ പിൻവാതിലിലൂടെ താലിബാൻകാരെ തീറ്റിപ്പോറ്റി അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്നു. സത്യം അതാണ്. എന്തിനു വേണ്ടി? ഇസ്ലാം എന്നത് ഒരു ഭീകര പ്രസ്ഥാനമാണ് എന്ന് ലോക ജനതയുടെ മുന്നിൽ ഇസ്ലാമിനെ കരിവാരിത്തേച്ച് കാണിക്കലാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി വിവരം കെട്ട കുറച്ച് വിവേകമില്ലാത്ത ആളുകൾക്ക് കൈ നിറയെ പിൻവാതിലിലൂടെ പണം കൊടുത്ത് അവരെ കൊണ്ട് ചില പേക്കൂത്തുകൾ ചെയ്യിക്കുകയാണ്. ആ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനും ഇസ്ലാമിന്റെ യാതൊരു പിന്തുണയും ഇല്ല എന്ന് 100% ഉറപ്പിച്ച് പറയാവുന്നതാണ്. ഇപ്പോ പാകിസ്ഥാനിലെ ഏതോ ഒരു പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശബ്ദിച്ചു എന്നതിന്റെ പേരിൽ ആ കുട്ടിയെ ഭീകരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അത് പടിഞ്ഞാറുകാര് പൊക്കിപ്പിടിച്ച് ആ കുട്ടീനെ ഇപ്പൊ എവിടെ ബ്രിട്ടനിൽ കൊണ്ടുപോയി ചികിത്സിച്ച് ഇപ്പൊ അവിടെ പഠിപ്പിച്ച് വലിയ ആളാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെയൊക്കെ പിന്നിൽ അവര് തന്നെയുള്ളത്. ഏത്? ഈ ബ്രിട്ടനും അമേരിക്കയും തുടങ്ങിയിട്ടുള്ള ഈ അമേരിക്കൻ അതുപോലെ തന്നെ പാശ്ചാത്യൻ ശക്തികൾ ഇസ്ലാമിനെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് അതിന് താലിബാന് ചോറ് കൊടുത്ത് പോറ്റുന്നത് അവര് തന്നെയാണ്. ആ ചെയ്യുന്ന ഒരു പ്രവർത്തി ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് ഈ ജിഹാദ് നടത്തുക എന്ന് പറയുന്നതൊന്നും കലാപമാണ്. യഥാർത്ഥത്തിൽ ജിഹാദ് നടത്താൻ മുസ്ലിം ഗവൺമെന്റിന് രാജ്യരക്ഷാർത്ഥം നടത്തുന്ന യുദ്ധത്തിനാണ് ജിഹാദ് എന്ന് പറയുന്നത്. അല്ലാതെ വാളെടുത്തോനൊക്കെ വെളിച്ചപ്പാടായിക്കൊണ്ട് എല്ലാ ഉള്ള പൈപ്പ് ബോംബും സ്റ്റീൽ ബോംബും അതുപോലെ തന്നെ സൈക്കിൾ ബോംബും കാറ് ബോംബും ഇങ്ങനെ 101 ബോംബുകൾ ഉണ്ടാക്കി നാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കുഴപ്പമുണ്ടാക്കി മുസ്ലിങ്ങൾ ഇങ്ങനത്തെ അക്രമികളാണെന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിവരം കെട്ട ജാഹിലീങ്ങൾ അതിന് കോലം കെട്ടുന്നുണ്ടെങ്കിൽ അവരും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. അത് ഇസ്ലാം അല്ല, തീർത്ത് പറയാം. പിന്നെ രണ്ടാമത്തെ കേസ് പറഞ്ഞത് എന്താണ്? രണ്ടാമത്തെ കേസ് പറഞ്ഞത് ലവ് ജിഹാദിന്റെ പേരിൽ. അതും പറഞ്ഞേക്ക് ഒരു പത്രസൃഷ്ടിയാണ്. അങ്ങനെയൊന്നുമില്ല യഥാർത്ഥത്തിൽ. ഉണ്ടെങ്കിൽ ഏതെങ്കിലും വിവരം കെട്ട മുബ്തദികളായ വിവരദോഷികൾ, ഇസ്ലാമിനെ പറ്റിയിട്ട് അലിഫ് ബാ പഠിച്ചിട്ടില്ലാത്ത ജാഹിലീങ്ങളായ ചില ആളുകൾ ആരുടെയോ ഒക്കെ അച്ചാരം പറ്റിയിട്ട് അങ്ങനെ നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് വരെ ഇന്ത്യയിലെ നിയമപരമായ അന്വേഷണത്തിലൂടെ അങ്ങനെ ഒരു കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല. കേരളത്തിൽ തന്നെ വലിയ ഒച്ചപ്പാടുണ്ടായല്ലോ ലവ് ജിഹാദിന്റെ പേരും പറഞ്ഞ്. പക്ഷെ അതിനെപ്പറ്റി പോലീസ് ഇതുപോലെ അന്വേഷണം നടത്തിയപ്പോ അങ്ങനെ ഒരു പ്രക്രിയ നടക്കുന്നില്ല എന്ന് ഹൈക്കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് വന്നു. അതാണ് സത്യം. ഇനി അങ്ങനെയല്ല, ഒരു ഒന്നിച്ച് പ്രായപൂർത്തി എത്തിയ പെണ്ണും ആണും കൂടെ ഇടപഴകുകയും പഠിക്കുകയും ഒന്നിച്ച് ജീവിക്കുകയും ഒന്നിച്ച് കിടന്നുറങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പുരുഷനും സ്ത്രീയും പ്രായപൂർത്തി എത്തിയവര് ഒന്നിച്ച് ഇടപഴകുമ്പോൾ പരസ്പരം ലൈംഗിക വികാരം ഉണ്ടാവും. അങ്ങനെ അവർ പ്രേമിക്കും. അങ്ങനെ പ്രേമിച്ചതിന്റെ പേരിൽ ചിലപ്പോൾ ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ട് ചിലപ്പോൾ ഗർഭിണിയൊക്കെ ആയതിനു ശേഷം നാട്ടുകാർ പിടിച്ച് കയ്യോടെ പിടിച്ച് വിവാഹം കഴിപ്പിച്ചു കൊടുക്കും. അതിന്റെയൊക്കെ മതപരമായ മാനങ്ങൾ എന്താന്ന് ചോദിച്ചാൽ അതിനൊന്നും മതപരമായ മാനങ്ങൾ നോക്കിയിട്ടല്ല, മറിച്ച് എന്ത് ചെയ്യാ, ഏതായാലും ആട്ടെ 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്ത് കഴിഞ്ഞ് ഇടയിൽ അത്തയ്യാത്ത് തീർക്കുമ്പോ പിന്നെ ഒതു കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കോലാണ്. ഇടയിൽ അത്തയ്യാത്തിൽ ഒതു കൊടുത്താൽ ആദ്യത്തെ 2 റക്അത്ത് ബാത്തിൽ പിന്നത്തെ 2 റക്അത്ത് സഹി എന്ന് പറയാൻ പറ്റുമോ? എന്തൊക്കെയോ ചെയ്യാന്നുള്ളൂ. ഏതായാലും ആട്ടെ, അത് ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്തു നോക്കുക. ചെയ്യുന്നതിനെ പറ്റിയിട്ടല്ല പറയുന്നത്, ചെയ്തു എന്ന് വെക്കുക. അതായത് നേരത്തെ പ്രേമിച്ച് വ്യഭിചാരത്തിലേർപ്പെട്ട ഒരു സ്ത്രീയും പുരുഷനും ചെയ്തതൊക്കെ തെറ്റ്. ഇനി മേലിൽ നന്നായി ജീവിക്കാം എന്ന് തീരുമാനിച്ചു ഇവിടെ നിന്ന് അങ്ങോട്ട് നിയമപ്രകാരം നിക്കാഹ് ചെയ്താൽ
നിക്കാഹ് ചെയ്തോടെ മുതൽ അങ്ങോട്ടായാലാവും. മുമ്പത്തൊക്കെ തെറ്റന്നെ. അതിനല്ലാഹിനോട് തൗബ ചെയ്യണം, പൊറുക്കലിനെ തേടണം. മുമ്പ് ചെയ്തതിന് ഒരിക്കലും ന്യായീകരണമല്ല പിന്നീട് നടക്കുന്ന വിവാഹം. പക്ഷേ മുമ്പ് അങ്ങനെ തെറ്റ് ചെയ്തു, പ്രേമിച്ചു അല്ലെങ്കിൽ വ്യഭിചരിച്ചു എന്നതുകൊണ്ട് ഇനി എന്നും ഓര് വ്യഭിചരിച്ചോട്ടെ, ഹറാമത്തിനെ ജീവിച്ചോട്ടെ എന്ന് വെക്കുന്നതിലും ന്യായമില്ല. വന്ന തെറ്റിനെ തൊട്ട് പാശ്ചാത്തപിച്ച് മടങ്ങി തൗബ ചെയ്യുകയും തുടർന്ന് നല്ല നിലയിൽ ജീവിക്കാൻ വേണ്ടി ന്യായമായ നിലക്ക് ഈ സ്ത്രീയും പുരുഷനും തമ്മിൽ നിയമപരമായി വിവാഹത്തിലേർപ്പെടുകയും മഹർ കൊടുത്ത് ശരിയായ നിലക്ക് ഇസ്ലാമിക നിയമപ്രകാരം ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനാക്ഷേപിക്കേണ്ടതില്ല. പക്ഷെ നേരത്തെ ചെയ്ത കുറ്റത്തിന് അത് ന്യായീകരണമാവില്ല. നേരത്തെ ചെയ്ത കുറ്റത്തിന് അല്ലാഹുവിനോട് തൗബ ചെയ്യുക തന്നെ വേണം. ചോദ്യത്തിന് മുമ്പ് ചോദ്യം ചോദിക്കുന്ന ആളോട് ആളെ പേര് ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മളവിടെ ഒരു ഹത്തീവാണ്, അങ്ങനെയൊന്നും പറയാതെ വിഷയം സംഭവം മാത്രം പറയാമെന്ന് ഉണർത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്റെ ചോദ്യം ഉസ്താദേ, ഇസ്ലാമിക ഭരണകൂടം ഉള്ളിടത്താണല്ലോ ഈ വ്യഭിചാരം കൊണ്ട് സമ്മതിക്കുന്നത്. പിന്നെ അങ്ങനെ സമ്മതിച്ചില്ലെങ്കിൽ തന്നെ ഹദീസും ഖുർആനും പറയുന്നത് നിന്റെ തെറ്റുകളെ കൊണ്ട് നീ പരസ്യമാക്കരുത് എന്നാണല്ലോ. ആ നിലക്ക് അവനിക്ക് ഈ ഒരു തെറ്റ് കോടതിയിൽ പോയി പറയാതെ പഠിച്ചവനോട് മാപ്പ് ചോദിച്ചാൽ മതിയാവില്ലേ എന്നാണ് എന്റെ ചോദ്യം. ഒന്ന് വിശദീകരിക്കണം. അസ്സലാമു അലൈക്കും. തെറ്റ് ഏത് തെറ്റ് സംഭവിച്ചാലും തൗബ ചെയ്യൽ നിർബന്ധമാണ്. അത് അള്ളാഹുവിന്റെ ഹക്ക് മാത്രമുള്ളതാണെങ്കിൽ നേരത്തെ അതിന് പറഞ്ഞതുപോലെയുള്ള ചെയ്തു പോയ തെറ്റിനെ പറ്റി ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങുകയും മേലിൽ ആ തെറ്റ് ചെയ്യുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുകയും തെറ്റിൽ നിന്ന് വിരമിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്നതാണ് തൗബയുടെ രീതി. അത് ഇസ്ലാമിക ഭരണം ഉള്ളിടത്തും ഇല്ലാത്തയിടത്തും ഈ നിയമപ്രകാരം തൗബ ചെയ്താൽ അള്ളാഹു തആല കബൂലാക്കും. ഇസ്ലാമിക നിയമം പ്രകാരമുള്ള ഭരണം ഇല്ലാത്തടത്ത് പിന്നെ അത് തന്നെ വഴിയുള്ളൂ. ഇസ്ലാമിക നിയമപ്രകാരം ഭരണം നടക്കുന്നിടത്ത് രണ്ട് രീതിയും ഇസ്ലാം അനുവദിച്ചതാണ്. ഇല്ലാ മൻ ദുലിമ എന്ന് പറഞ്ഞല്ലോ, ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ദുലിം. ചെയ്തു പോയ തെറ്റ് എടുത്തു പറയൽ പാടില്ലെന്ന് അല്ലാഹു പറഞ്ഞെടുത്ത് കോടതിയിൽ കുറ്റം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ കുറ്റത്തിന് സാക്ഷി പറയാൻ വേണ്ടിയിട്ടോ ഒക്കെ പറയുന്നത് അനുവദനീയമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അത് തൗബയുടെ ഒരു മാർഗമാണ്. അപ്പൊ മുസ്ലിം ഭരണം നടക്കുന്ന ഒരു മുസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിലാണ് ഈ രണ്ട് രീതി സ്വീകരിക്കുക. ഒരുപക്ഷെ സ്വന്തം അള്ളാഹുവിനോട് തൗബ ചെയ്ത് ഇഖ്ലാസോടുകൂടി പൂർണ്ണമായ തൗബ ചെയ്ത് മടങ്ങി അതുകൊണ്ട് മതിയാക്കുക. രണ്ടാമത്തെ രീതി തൗബ ചെയ്യുകയും അതോടുകൂടി ദുന്യാവിൽ നിന്നിട്ട് ഇസ്ലാം ശരീഅത്ത് കൽപ്പിച്ചതനുസരിച്ചുള്ള ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് നാളെ പരലോകത്ത് ശിക്ഷ വരാതിരിക്കാനുള്ള ഉറപ്പുവരുത്തുക. ഈ രണ്ട് രീതിയും ആവാം. ഇസ്ലാമിക ഭരണം നിലവിലില്ലാത്തയിടത്ത് പിന്നെ തൗബ ചെയ്ത് മടങ്ങുക എന്ന രീതി മാത്രമാണ് നിലവിലുള്ളത്. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദേ, ഒരു ദുആ വസിയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്കെടുത്തതാണ്. കൂടെ ഒരു സംശയമുണ്ട്. വൈഫ് പ്രസവത്തിനായിട്ട് ഹോസ്പിറ്റലിലാണ്. അപ്പൊ ഉസ്താദ് പെട്ടെന്ന് റാഹത്താവാൻ പ്രത്യേകം ദുആ ചെയ്യണം. പിന്നെ ഒരു സംശയം ഉസ്താദ്, എനിക്ക് 2 കുട്ടികളുണ്ടായിരുന്നു. 2 കുട്ടികൾ അക്കീക്ക് അറുത്തത് ഞാൻ 2 പോത്തിനാണ് അറുത്തത്. ഈ കുട്ടിക്ക് ആടിനെ അറുത്താൻ മതിയോ, അത് അനീതിയാവോ എന്നുള്ളതാണ്. ആദ്യത്തെ 2 കുട്ടികൾക്ക് പോത്തായിരുന്നു അറുത്തത്. ആടിനെ മേടിച്ചിട്ട് അറുത്താൻ മതിയോ എന്നുള്ളൊരു സംശയം കൂടി ഉണ്ട്. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം, ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ആഫിയത്തും സുഖപ്രസവവും നൽകുമാറാകട്ടെ. സ്വാലിഹായ സന്താനങ്ങൾക്ക് ജന്മം നൽകാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വിഷമത്തിലും പ്രയാസത്തിലും ഒന്നും പെടാതെ റാഹത്തായ സുഖപ്രസവം അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട
ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ കറാമത്ത് കൊണ്ടും മഹദിയായിരിക്കുന്ന ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയുടെ കറാമത്ത് കൊണ്ടും അല്ലാഹു തആല ആ സഹോദരിക്ക് യാതൊരു ബുദ്ധിമുട്ടിലും ഓപ്പറേഷനോ മറ്റു വിഷമങ്ങളോ ഒന്നും ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദികളുടെ ബർക്കത്ത് കൊണ്ട് സുഖപ്രസവം നൽകി സ്വാലിഹായ ഒരു സന്താനത്തിന് ജന്മം നൽകാനുള്ള ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. എളുപ്പത്തിൽ അല്ലാഹു തആല സലാമത്താക്കി കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഒരു കുട്ടിക്ക് പോത്തറുത്തു എന്നതുകൊണ്ട് മറ്റുള്ള കുട്ടികൾക്കൊക്കെ പോത്തറുത്തു കൊള്ളണം എന്നില്ല. അതേസമയത്ത് സാമ്പത്തികമായ കഴിവുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് അഖീഖ അറുത്താൽ മറ്റെല്ലാ കുട്ടികൾക്കും അഖീഖ അറുക്കൽ മുഅക്കദായ സുന്നത്താണ്, ഒഴിവാക്കൽ കറാഹത്താണ്. കഴിവില്ലാഞ്ഞിട്ടാണെങ്കിൽ ഒഴിവാക്കുന്നത് കൊണ്ട് കറാഹത്തില്ല. അപ്പൊ സാമ്പത്തികമായി കഴിവുണ്ടെങ്കിൽ മറ്റേ രണ്ട് കുട്ടികൾക്കും അറുത്തത് കൊണ്ട് ഇനി ജനിക്കുന്ന കുട്ടിക്കും സാമ്പത്തികമായ കഴിവുണ്ടെങ്കിൽ അറുക്കണം. അന്ന് അറുത്തതിനനുസരിച്ച് തന്നെ ആയിക്കൊള്ളണം എന്നില്ല, ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാവാം. അത് പോത്ത് പറ്റുമെങ്കിൽ അങ്ങനെ, കാളയാണെങ്കിൽ അങ്ങനെ, ആടാണെങ്കിൽ അങ്ങനെ. ആടറക്കുമ്പോൾ നല്ലത് സാധിക്കുമെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ 2 ആടും പെൺകുട്ടിയാണെങ്കിൽ 1 ആടും എന്ന നിലക്കാണ്. അത് മറ്റേ കുട്ടികൾക്ക് പോത്തറുത്തു എന്നതുകൊണ്ട് ഈ കുട്ടിക്ക് ആടായി എന്നതിൽ തെറ്റൊന്നുമില്ല. കഴിയുമെങ്കിൽ അറക്കണം. അറവ് ഒഴിവാക്കൽ കഴിവുണ്ടെങ്കിൽ കറാത്താണ്. ഓക്കെ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നു വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കുന്നുണ്ടോ ഉസ്താദെ? ഈ ത്വരീഖത്തും എന്നുള്ളതും ശരീഅത്ത് എന്നുള്ളതും ഇത് രണ്ട് പറഞ്ഞാൽ എന്ത് ഒന്ന് ചുരുക്കം ഒന്ന് വിശദീകരിച്ചാൽ നല്ലതായിരുന്നു. ത്വരീഖത്ത് എന്താണ്, അതുപോലെ ശരീഅത്ത് എന്താണെന്ന് ചുരുക്കം പറഞ്ഞാൽ. സമയം അത് ഇതിന്റെ സമയം അല്ലാത്ത കൊണ്ട്. അസ്സലാമു അലൈക്കും. അതൊക്കെ നന്നായിട്ടതാ കഴക്കൂട്ട ഉസ്താദ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ അൽക്കിയ ദർസ് നടക്കുന്നുണ്ട് ഇവിടെ, ബഹുമാനപ്പെട്ട കഴക്കൂട്ടം ഉസ്താദ് നേതൃത്വത്തിൽ. അത് രാവിലെ നാട്ടിലെ 2 മണി സമയത്താണ് നടക്കാറ്. എല്ലാ ദിവസവും ഉണ്ടാവാറില്ല, നാട്ടിലായതുകൊണ്ട് ചില സൗകര്യങ്ങളെ കൊണ്ട് ചില ദിവസം നടക്കലില്ല എന്നേ ഉള്ളൂ. ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും. അതിപ്പോ അടുത്ത ദിവസങ്ങളിൽ നടന്നിട്ടുണ്ട്. ശരീഅത്ത് എന്താണ്, ത്വരീഖത്ത് എന്താണ്, ഹഖീഖത്ത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ സൈറ്റിൽ ഉണ്ടാവും ആ ക്ലാസ്. അതല്ലെങ്കിൽ അതിന്റെ അഡ്മിന്മാരുമായി ബന്ധപ്പെട്ടാൽ അതിന്റെ ലിങ്ക് കിട്ടും. എന്നാൽ നിങ്ങൾക്ക് വിശദമായി തന്നെ പഠിക്കാം. ഇപ്പോ ഞാൻ പൊതുവെ ക്ഷീണിതനാണ്, സമയം പരിമിതമാണ്. അതുകൊണ്ട് ഇപ്പൊ അതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയിലേക്ക് ഞാൻ കടന്നു വരുന്നില്ല, ഞാൻ നിർത്തുകയാണ്. സമയം പറ്റ മുടക്കണ്ടല്ലോ എന്നുള്ള ആൾക്ക് വന്നിരിക്കുകയാണ്. കുറച്ച് സമയം നിങ്ങൾ ചോദിച്ചതിൽ തെറ്റൊന്നുമില്ല കേട്ടോ, നിങ്ങൾ വിഷമൊന്നും കരുതണ്ട. പക്ഷേ ഇപ്പോഴത്തെ എന്റെ സ്ഥിതി അതിന് വേണ്ടത്ര അനുകൂലമല്ലാത്തത് കൊണ്ട് ഇപ്പൊ ഇതിന് വരുന്നില്ല. നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു വിഷയമാണ്, താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കഴക്കൂട്ടം ഉസ്താദ് ഏതാനും ദിവസങ്ങൾ മുമ്പ് നടത്തിയ ഇതുമായി ബന്ധപ്പെട്ട അൽക്കിയ ക്ലാസ്സിൽ തരീഖത്ത്, ശരീഅത്ത്, ഹഖീഖത്തിനെ പറ്റി വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് ലിങ്ക് വാങ്ങിയിട്ടോ നമ്മളെ സൈറ്റ് പോയാലോ ഒക്കെ അത് കിട്ടും. അത് വിശദമായി മനസ്സിലാക്കലാണ് ഉത്തമം എന്നുണർത്തി ഇനി പുതിയതായിട്ട് ആരും കൈപ്പൊക്കണ്ട. 3 ആള് കൈപ്പൊക്കിയ ആളുണ്ട്, അവര് പെട്ടെന്ന് മൈക്ക് എടുത്തിട്ട് ചോദിക്കുക, എന്നിട്ട് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ലതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ്, എനിക്കൊരു സംശയം. ഉസ്താദ്, ഖുതുബിന്റെ സമയത്ത് നമുക്ക് സലാത്തോ ദിക്റൊന്നും ചെല്ലാൻ പറ്റുമോ? അതെന്റെ സംശയം. ഉസ്താദ് ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. ഖുതുബയുടെ സമയത്ത് ഖുതുബ കേൾക്കുന്ന ആള് അത് കേട്ടിരിക്കൽ ഒരു ഇബാദത്താണ്. ആ സമയത്ത് ദിക്ർ, സ്വലാത്ത്, ദുആ തുടങ്ങിയ കാര്യങ്ങളുമായിട്ടൊക്കെ
ഷോലാവുന്നത് ഒഴിവാക്കലാണ് സുന്നത്ത്. ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കൽ നമ്മളോട് കൽപ്പിക്കപ്പെട്ടതാണ്. എന്നാൽ ശബ്ദശല്യം ഉണ്ടാക്കാതെ ഖുതുബ ശ്രദ്ധിക്കുന്നതിന് തടസ്സം വരാത്ത നിലക്ക് മനസ്സുകൊണ്ട് ദിക്റുകളിലോ ദുആകളിലോ ഇടപഴകുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ അവിടെ നമ്മളോട് കൽപ്പിക്കപ്പെട്ട സുന്നത്ത് ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കാനാണ്. എന്നാൽ ഖുതുബ കേൾക്കാത്ത സ്ഥലമാണ്, വലിയ പള്ളിയാണ്, സ്പീക്കറില്ല, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഖുതുബ തിരിഞ്ഞ് വ്യക്തമായി കേൾക്കുന്നില്ല, എന്നാൽ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കാത്ത നിലക്ക് ദിക്റ് സ്വലാത്ത് പോലത്തത് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. ഏതായാലും കേൾക്കുന്ന ആൾക്ക് ഖുതുബ ഇസ്തിമാഅ് ചെയ്യുക അഥവാ ശ്രദ്ധിച്ചു കേൾക്കുക എന്നതാവുന്നു സുന്നത്ത്. ഉസ്താദ്, അക്കീഖ കൊടുക്കുന്ന ആടിന്റെയും പോത്തിന്റെയും പ്രായം ഒന്ന് ചുരുക്കിയൊന്ന് വേണം ഉസ്താദ്. ഒരുപാട് ക്ഷീണിതനാണെന്ന് അറിയാം, എങ്കിലും ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ആട്, പോത്ത്, കാള എന്നിവക്ക് 2 വയസ്സായിരിക്കണം. 2 വയസ്സ് തികയണം. ആടാണെങ്കിലും 2 വയസ്സ് തികഞ്ഞതാവണം. പോത്ത്, കാള പോലത്തതാണെങ്കിലും 2 വയസ്സ് തികഞ്ഞതായിരിക്കണം. അതുപോലെ തന്നെ ഐബില്ലാതിരിക്കണം. എന്ന് പറഞ്ഞാൽ കൊമ്പ് പൊട്ടിയത്, കാലിനോ കൈക്കോ മുടന്തുള്ളത്, കാത്, വാല് എന്നിവയിൽ നിന്നിട്ട് മുറിക്കപ്പെട്ടത് പോലെയുള്ള ഐബില്ലാത്തതും 2 വയസ്സ് പൂർത്തിയായതും ആയിരിക്കണം. അത് പോത്താണെങ്കിലും അങ്ങനെ തന്നെ, കാളയാണെങ്കിലും അങ്ങനെ തന്നെ, ആടാണെങ്കിലും 2 വയസ്സ് തികയാത്തത് അഖീഖായിട്ടും പറ്റൂല, ഉദൂഹിയ്യത്തായിട്ടും പറ്റൂല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, എന്റെ ചോദ്യം ഇതാണ്. ഇപ്പൊ ജിദ്ദയിലുള്ള ഒരാൾക്ക് നാട്ടിൽ പോകുമ്പോ വെള്ളിയാഴ്ച രാത്രി പോകുന്ന ഒരാൾക്ക് ഇപ്പോ വ്യാഴാഴ്ച ബുധനാഴ്ച വിദാന്റെ തവാഫ് ചെയ്താ ശരിയാവോ, അതോ വെള്ളിയാഴ്ച തന്നെ പോകുന്നതിന് മുമ്പ് തന്നെ പോയി ചെയ്തേണ്ടി വരുമോ? വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജിദ്ദയിലുള്ള ഒരാള് മക്കത്ത് പോയത് എപ്പോഴാണോ ആ സമയത്ത് മക്കത്തുനിന്ന് പോരുമ്പോ നമുക്ക് നാട്ടിൽ പോകണം എന്ന് ഉദ്ദേശം ഉണ്ടെങ്കിൽ അപ്പോ തന്നെ തവാഫ് ചെയ്ത് പോന്നാ മതി. പിന്നെ ജിദ്ദയിൽ എന്ന് 2-3 ദിവസം നിന്ന് അതിന്റെ ശേഷം ഇവിടുന്ന് യാത്ര പുറപ്പെടുകയാണെങ്കിൽ അതുകൊണ്ടൊരു കുഴപ്പമില്ല. അല്ലാതെ ജിദ്ദയിൽ നിന്ന് നാട്ടിൽ പോകുമ്പോ അതിനായിട്ട് മക്കത്ത് പോയി തവാഫ് ചെയ്ത് പോരേണ്ട ആവശ്യമില്ല. അങ്ങനെ പോയി തവാഫ് ചെയ്യുകയാണെങ്കിൽ പോകുന്ന ഉടനെ തന്നെ ആയിക്കൊള്ളൊന്നുമില്ല. അതേസമയത്ത് ഇത് വ്യത്യാസം എവിടെയെന്ന് വെച്ചാൽ മക്കത്ത് നിന്നാണെങ്കിൽ അങ്ങനെയാണ് പ്രശ്നം. മക്കയിൽ നിൽക്കുന്ന ഒരാള് നേരത്തെ തവാഫ് ചെയ്ത് അവിടെ തന്നെ താമസിച്ചു, പിന്നെ പോന്നാൻ പറ്റൂല, അപ്പൊ ഒരു സമയത്ത് തന്നെ തവാഫ് ചെയ്ത് പോരണം. അതേസമയത്ത് ജിദ്ദയിലുള്ള ആളുകൾ അങ്ങനെയല്ല, മക്കയിൽ നിന്ന് എപ്പോഴാ പോരുന്നത് ആ പോരുന്ന സമയത്ത് തവാഫ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ വന്നിട്ട് 2 ദിവസമോ 4 ദിവസമോ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടുന്ന് പോകുന്നതെങ്കിൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇനി കീശേരി ഇപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞതനുസരിച്ച് പെർമിഷൻ ഇല്ലാതെയാണ് കൈപൊക്കിയത്. ആ 2 ആൾക്ക് അനുവാദമുള്ളൂ. ഇനി ഏതായാലും അപ്പൊ കീശേരി ഇല്ലേന്ന്, കീശേരിക്ക് നിസ്കരിക്കാൻ പോകാനായി. കാരണം ഏതായാലും നമ്മളെ സ്വന്തം കീശേരി ആയതുകൊണ്ട് ഒരൊറ്റ ചോദ്യം അനുവദിക്കുക. മറ്റേ അങ്ങനെയാണല്ലോ, കീശേരി പല നാട്ടുകാർക്ക് വേണ്ടി ചോദിക്കുകയാണ്. അപ്പൊ ഇനി കീശേരിക്ക് അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നാട്ടുകാർക്കാണല്ലോ പ്രശ്നം. ഇനി ആർക്കും ഇല്ല, ഒറ്റ ചോദ്യം മതിയാക്കാണ്. കീശേരി എടുത്തോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ല, ഞാൻ കൈ ഉയർത്തി താഴ്ത്തി വാങ്ങ് കൊടുക്കാൻ പോയതായിരുന്നു. അപ്പം എന്റെ സാന്നിധ്യം ഇവിടെ അറിയിച്ചാണ് പോയതായിരുന്നു. അപ്പൊ ഏതായിരുന്നു ഞാൻ ചോദിക്കാം. പിന്നെ ഇവിടെ വന്നൊരു ചോദ്യമാണ്. ഇത് ചോദ്യം എന്നൊക്കെ പറഞ്ഞാല് ഈ സഹോദരി ചോദ്യമാകുമ്പോ അങ്ങനത്തെ ചോദ്യമായിരിക്കും കേട്ടോ. കുട്ടികൾക്ക് ആദ്യമായി ഭക്ഷണം കൊടുക്കുമ്പോൾ ബറാത്ത് പോലത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ കൊടുക്കണം എന്ന് പറയപ്പെടുന്നതിൽ വല്ല അടിസ്ഥാനവും ഉണ്ടോ? അതേപോലെ ഉപ്പയുടെ വീട്ടിൽ നിന്നാകണമെന്ന് പറയുന്നില്ല. അതായത് ഇങ്ങനെ കൊടുക്കാൻ, ഉപ്പയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചെയ്യുന്നതിന്റെ താല്പര്യം ഉപ്പയുടെ വീട്ടുകാർക്ക് കൂടുതൽ സ്നേഹം, കുട്ടിയോട് കൂടുതൽ സ്നേഹം ഉണ്ടാകാൻ വേണ്ടിയാണെന്ന് പറയപ്പെടുന്നു. അതിൽ അടിസ്ഥാനം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
കുട്ടിക്ക് മുലപ്പാലാദ്യമേ ഉമ്മ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഇടക്ക് ഇനി ഭക്ഷണം കൊടുക്കാൻ തുടങ്ങുമ്പം പുണ്യ ദിവസങ്ങളിൽ മിറാജിന്റെ രാവ്, അതുപോലെ തന്നെ ബറാഅത്തിന്റെ രാത്രി, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ പെരുന്നാൾ ദിവസം തുടങ്ങിയ പുണ്യ ദിവസങ്ങളിൽ ആവണം എന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആവണം എന്ന് നിയമമൊന്നുമില്ലെങ്കിലും അത് നല്ലതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാല് ഈ നമ്മൾ സുന്നികളാണല്ലോ, സുന്നികളായ നമ്മള് മിറാജ്, ബറാഅത്ത്, വെള്ളിയാഴ്ച രാവ് തുടങ്ങിയ അല്ലെങ്കിൽ പെരുന്നാളൊക്കെ തുടങ്ങിയ പുണ്യ ദിവസങ്ങളായി കാണുന്നു. ഈ പുണ്യ ദിവസങ്ങളിൽ ഈ കുട്ടിക്ക് ഒരു നല്ല കാര്യം തുടക്കം കുറിക്കുമ്പോ ഈ ദിവസത്തിന്റെ ബറക്കത്ത് കിട്ടിക്കോട്ടെ എന്നൊരു ഉദ്ദേശമാണ് ഇപ്പൊ ഇതിലൊക്കെ ഉള്ളത്. അത് വേണ്ടാന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അതൊരു നിയമമല്ല, അങ്ങനെ തന്നെ ചെയ്തോളെന്ന് നിയമമൊന്നുമില്ല. പക്ഷെ അങ്ങനത്തെ ദിവസങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ബറക്കത്ത് ഉദ്ദേശിച്ചു കൊണ്ടാവുമ്പോൾ അത് നല്ലത് തന്നെ. മനസ്സിലായില്ലേ? അതിന് തെറ്റൊന്നുമില്ല. ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാം. ഇനി അത് ഉമ്മാന്റെ വീട്ടിൽ നിന്നോ വാപ്പാന്റെ വീട്ടിൽ നിന്നോ ഇനി രണ്ടാളെ വീട്ടിൽ നിന്നോ അല്ലാതെ നാട്ടില് ഒരു നല്ല തങ്ങൾ പാപ്പുണ്ട് കുട്ടിക്കോളി. എന്നാല് ഈ പുണ്യപ്പെട്ട ദിവസത്തിൽ തങ്ങൾ പാപ്പാനെ വിളിപ്പിച്ചിട്ട് ആ ശറഫാക്കപ്പെട്ട കൈ കൊണ്ട് കൊടുപ്പിച്ചുക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. ഇനി ആയി പറ്റൂലെങ്കിൽ നിങ്ങൾ കുറച്ച് ഭക്ഷണമായിട്ട് ഈ കുട്ടിനെ ഇങ്ങനെയുള്ള ഒരു പുണ്യ ദിവസത്തിൽ ഈ തങ്ങൾ പാപ്പാന്റെ അടുത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ. എന്നിട്ട് അത് തങ്ങൾ പാപ്പാന്റെ കയ്യിൽ കൊടുത്തിട്ട് ആ കയ്യിലെ ബറക്കത്ത് കൊണ്ടിട്ട് കുട്ടിന്റെ വായില് വിസ്മിൻ ചൊല്ലിയിട്ട് ആദ്യം ആ തങ്ങൾ ഉപ്പാപ്പ വെച്ചു കൊടുക്കട്ടെ. അതുപോലെ തന്നെ തങ്ങളുപ്പാപ്പില്ല, നല്ലൊരു സ്വാലിഹായ ഒരു സൂഫിയായ ഒരു ഉസ്താദുണ്ട്. എന്നാൽ ആ മഹാന്റെ ഹദ്റത്തിലേക്ക് കുട്ടിനും അല്പം ഭക്ഷണവും കൊണ്ടുപോയിട്ട് ആ മഹാന്റെ കയ്യിൽ കൊടുത്തിട്ട് ആ ബറക്കത്തുള്ള കൈ കൊണ്ട് കൊടുക്കട്ടെ. ഇങ്ങനെ അതുപോലെ തന്നെ കൊടുക്കുന്ന ആള് അള്ളാഹുവിന് പേടിയും തഖ്വയും ഉള്ള ഒരു നല്ല സ്വാലിഹായ മനുഷ്യന്റെ കൈ കൊണ്ടാകാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതിനൊക്കെ ബറക്കത്തുണ്ട്. അല്ലാതെ ഇപ്പൊ വാപ്പാന്റെ വീട്ടിൽ നിന്നായാലും ഉമ്മാന്റെ വീട്ടിൽ നിന്നായാലും അതിലൊന്നും വലിയ പ്രശ്നമില്ല. ഏതായാലും എല്ലാ നിരക്കുള്ള ഹൈറും നമുക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു തആല നൽകുമാറാകട്ടെ. എന്താണ് തെക്കുമൽ ഉസ്താദിന്റെ ദുആ ചെയ്യാൻ പറയാണ്ട് തോന്നുന്നു. പെട്ടെന്ന് നിർത്തുകയാണ്. ദ്വാരക്കാനൊന്നും നീട്ടി ദ്വാരക്കാനൊന്നും ഇല്ല, ചുരുക്കി 2 വാക്കിൽ നിർത്തും. തെക്കുമൽ ഉസ്താദ് മൈക്കെടുത്തു. അങ്ങനെ മതി ഉസ്താദെ. പിന്നെ നമ്മുടെ അലി അൻസാരി ഉസ്താദിന്റെ മരുമകന്റെ അനുജൻ, അതായത് എന്റെ പെങ്ങളെ മകനാണ് അവരൊക്കെ, അദ്ദേഹത്തിന്റെ മകൾ പിന്നെ ഭാര്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. മരുമകന്റെ അനുജനെ വളാഞ്ചേരി ഹോസ്പിറ്റലിൽ. അപ്പൊ നാളെ വരെ പ്രസവിച്ചിട്ടുള്ള ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ കഴിയാൻ വേണ്ടി അബൂ ഷാക്കിർ ഉസ്താദിനോട് പിന്നെ പറയണം എന്ന് പറഞ്ഞ് ദുബായിൽ നിന്ന് ഉസ്താദിന്റെ മരുമകൻ നേരെ ഇപ്പൊ വിളിച്ചു പറഞ്ഞാണ് ഫോണിൽ. അപ്പൊ ഉസ്താദിനെ ദുആയിൽ ഉൾപ്പെടുത്തുക. മൈക്ക് വിടുന്നു ഉസ്താദെ ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും.